സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് ടു മീ ചാനലിൻ്റെ ഇന്നത്തെ ഈ സത്സംഗ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. 1950 രാജസ്ഥാനിലെ മൗണ്ട് അബു എന്ന് പറയുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് തുടക്കം കുറിച്ച ഓം മണ്ഡലി എന്ന പേരിൽ തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനം ആണ് ബ്രഹ്മകുമാരീസ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ സെൻറ്റർ ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സ്ത്രീ ശക്തി എന്താണ് എന്ന് ലോകത്തിന് മാതൃകയാക്കി കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മകുമാരീസ്. ഇന്ന് നമ്മളോടൊപ്പം ബ്രഹ്മകുമാരീസിനെ പറ്റിയും ആ പ്രസ്ഥാനത്തിൻ്റെ പറ്റി കൂടുതൽ സംസാരിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്ന് മിനി സിസ്റ്ററാണ് കൂടെയുള്ളത്. സിസ്റ്റർ ജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ സിസ്റ്റർ. നമസ്തേ. നമ്മൾ സാധാരണ സാധകർ അവരവരുടെ വാസനകളനുസരിച്ച് പല രീതികളാണ്, സാധന മാർഗങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. ഓരോരുത്തർക്ക് യോജിച്ചിട്ടുള്ള സാധന മാർഗങ്ങൾ. ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഫോളോ ചെയ്യുന്ന രാജയോഗം എന്ന് പറയുന്നൊരു സാധനാ രീതിയാണല്ലോ. ശരിക്കും എന്താണ് ഈ രാജയോഗം, അല്ലെങ്കിൽ രാജയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രഹ്മകുമാരീസിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ പഠിപ്പിക്കുന്ന സാധന രാജയോഗം തന്നെയാണ്. പിന്നെ ശരിക്കും നമ്മൾ പറയുമ്പോൾ രാജയോഗം ഒരു ഈസി രാജയോഗം എന്നാണ് നമ്മൾ പറയുന്നത്. ഈസി രാജയോഗം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടത് ഒരു മനസ്സിൻ്റെ നിയന്ത്രണവും മനസ്സിൻ്റെ ശാന്തതയുമാണ്, സമാധാനം. പക്ഷേ ആളുകൾ അത് നേടാൻ വേണ്ടി പല രീതിയിലും പരിശ്രമിക്കുന്നു. പക്ഷെ നമ്മളത് പറയുന്നത് രാജയോഗത്തിലൂടെ അത് സാധിക്കും. അപ്പം രാജയോഗം എന്ന് പറയുമ്പം അതിനെ രണ്ടാക്കി രാജ പ്ലസ് യോഗം എന്നാക്കാം. അപ്പം അതിൽ യോഗം എന്നുള്ള ശബ്ദം എല്ലാവർക്കും കുറച്ചുകൂടെ പരിചയമുള്ളതാണ്. രാജ എന്നുള്ളത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. രാജാക്കന്മാർ ഭരിച്ചിരുന്നു എന്ന് പറയും. പക്ഷെ ശരിക്കും എന്താണ് ഈ രാജ? ഇപ്പോൾ പുറത്തേക്ക് രാജ്യം ഭരിക്കുന്ന രാജാവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ഭരിക്കുന്ന രാജ, കർമ്മേന്ദ്രിയങ്ങളെ ഭരിക്കുന്ന രാജാവ് ആകണം എന്നുള്ളതാണ്. ഇനി ആരാണ് യോഗി? യോഗി എന്ന് പറയുമ്പം എപ്പോഴും സ്വയം തന്നോടുള്ള ബന്ധവും, അതായത് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും വേണം. അടുത്തത് ഈശ്വരനോടുള്ള ബന്ധം, അഥവാ നമ്മൾ പറയും പരമാത്മാവിനോടുള്ള ബന്ധവും. അപ്പോൾ ഇത് രണ്ട് വ്യക്തിത്വവും ഒന്നിച്ചു കൊണ്ടുപോകുക. അപ്പോൾ രാജയോഗത്തിന് നമുക്ക് കർമ്മയോഗം എന്നും പറയാം. അതായത് കർമ്മം വിട്ടിട്ടൊരു യോഗം ഇല്ല എന്നാണ്. അപ്പോൾ ഇതിനതുകൊണ്ട് പ്രവൃത്തി മാർഗം എന്ന് പറയും. എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ജനക മഹാരാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം രാജ്യം ഭരിച്ചിട്ടും അദ്ദേഹം രാജഋഷിയായിട്ട് ജീവിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്തത് പാണ്ഡവരെല്ലാം തന്നെ ഗൃഹസ്ഥരായിരുന്നു. പക്ഷെ അവർക്ക് ഈശ്വരനുമായിട്ട് ഭയങ്കര കണക്ഷൻ ആയിരുന്നെന്നും കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ വെല്ലുവിളിക്കുന്നത് സമൂഹത്തെ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടും ആ ഒരു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്നുകൊണ്ടേ എന്നുള്ളതാണ്. അത് രാവിലെ എഴുന്നേൽക്കാം, പകൽ മുഴുവൻ കാര്യങ്ങൾ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു ഗൃഹസ്ഥനാണെന്ന് വിചാരിക്കുന്നത് ദേഹബോധമാണ്. ഞാനൊരു പുരുഷനാണ്, ഞാനൊരു സ്ത്രീയാണ്, ചെറുപ്പക്കാരനാണ്, കുട്ടിയാണ്, വൃദ്ധനാണ് എന്നെല്ലാം വിചാരിക്കുന്നത് ശരിക്കൊരു ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇതിനുപരിയല്ലേ നമ്മൾ. അപ്പം അതാണ് ആദ്യത്തെ പോയിന്റ് രാജയോഗത്തിലെ. അതായത് ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരാണ്? യഥാർത്ഥത്തിൽ ഞാൻ ഈ ദേഹമല്ല, ഞാൻ ദേഹിയാണ്. ഇത് നമ്മളെല്ലാവരും ഈ ലോകത്തിലെ സകലരും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യമാണ്. പക്ഷെ ആത്മജ്ഞാനം ഈ ലോകത്തിൽ ആർക്കും ഇല്ല. അത് വലിയൊരു സത്യമാണ്. അപ്പോൾ ദേഹം എന്നത് നശിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ശരീരം ഉപേക്ഷിച്ചിട്ട് പ്രാണൻ പോയി, ആത്മാവ് പോയി, ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നൊക്കെ പറയുമെങ്കിലും ആത്മാവ് ആരാണെന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ആത്മജ്ഞാനമൊക്കെ ലോകത്തിലുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ ഇപ്പം ആത്മാവാണെന്നുള്ള അറിവ് അതെന്താണ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ആത്മാവ് ഒരു പ്രകാശമാണ്. നമ്മളെല്ലാം തന്നെ രണ്ട് പുരികങ്ങളുടെ മധ്യത്തിലാണ് കുറി തൊടാറുള്ളത്, പൊട്ട് തൊടാറുള്ളത്. അപ്പം ഇവിടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ശരീരത്തിൻ്റെ ഒരു എനർജി സെൻ്ററാണ്, വളരെ വലിയൊരു ഊർജ്ജ സ്രോതസ്സാണ്.
ശരീരത്തിനൊരു ക്ഷേത്രത്തോട് ഉപമിക്കാമെങ്കിൽ അതിൻ്റെ ബ്രഹ്മസ്ഥാനമായിട്ട് ശ്രീകോവില് പോലെ വരും. ഇവിടെയാണ് ആത്മാവ് കുടികൊള്ളുന്നത് എന്നുള്ള ഒരു വലിയ ജ്ഞാനം. അപ്പം മെഡിറ്റേഷനിൽ നമ്മൾ ആദ്യം ആത്മചിന്തയിലേക്ക് വരണം, ആത്മാനുഭൂതിയിലേക്ക് പോകണം. ഞാനൊരു പ്രകാശമാണ്, അതിലും വളരെ അതിസൂക്ഷ്മമായ അതിമനോഹരമായ ഒരു പ്രകാശമാണ് എന്നുള്ള ആ ബോധത്തിലേക്ക് മനസ്സിനെ ഉറപ്പിക്കണം. അല്ലാതെ ഞാൻ ഇന്ന വ്യക്തിയല്ല, ഇന്ന ദേഹമല്ല, ഇന്ന വയസ്സുള്ള ആളല്ല, അല്ലെങ്കിൽ ഇതിനെല്ലാം ഉപരിയായിട്ട് വയസ്സിൻ്റെ ലിമിറ്റേഷൻ ഇല്ലാത്ത, അതുപോലെ ജാതി മതത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്ത, ഇതൊന്നുമല്ലാത്ത, ഇപ്പം ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജാതി മതം നമുക്ക് പറയാം. പക്ഷെ ഞാൻ ആത്മാവാണെന്ന് പറയുമ്പോൾ ഇതൊന്നുമില്ല, ഇതിനെല്ലാം വേറിട്ടാണ്. ഞാൻ അടുത്ത ജന്മം എവിടെ എടുക്കും ചോദിച്ചാൽ അത് എവിടെ വേണം. പക്ഷെ എൻ്റെ സംസ്കാരം അനുസരിച്ചായിരിക്കും ഞാൻ ജന്മം എടുക്കുന്നത്. എൻ്റെ കർമ്മങ്ങൾ നല്ലതും ചീത്തയായ കർമ്മം അനുസരിച്ച്. അപ്പം ഇവിടെ നമ്മൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ശരീരം, ശരീരത്തിൻ്റെ ബന്ധങ്ങൾ, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തു വൈഭവങ്ങൾ, ഇതിനെല്ലാം വേറിട്ട് വളരെയധികം ദിവ്യമായ ശക്തികളുള്ള ഒരു ആത്മചേതനയാണ് എന്ന് പറയാം. ആത്മാവിനെ തന്നെ ഉയിര്, പ്രാണൻ, ജീവൻ എന്നൊക്കെ വിളിക്കാം. അപ്പം ഈ ആത്മാവാണെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആത്മാവിന് പരമാത്മാവായിട്ട് കണക്ഷൻ വരും. കാരണം ദേഹത്തിനാണ് ഈ ഭൂമിയായിട്ട് ബന്ധം. ദേഹം ഈ മണ്ണോട് മണ്ണാവും, പക്ഷെ ആത്മാവ് ഒരിക്കലും മണ്ണോട് മണ്ണാവില്ല. കത്തി കൊണ്ട് വെട്ടിയ മുറിയില്ല, തീയിലിട്ട കത്തില്ല, മണ്ണിൽ അലിഞ്ഞു ചേരില്ല, കാറ്റിലാടില്ല, മിന്നലേൽക്കില്ല. അങ്ങനെയുള്ളൊരു അത്ഭുതകരമായ ഒരു നക്ഷത്രം എന്ന് പറയാം, ആകാശത്തിലെ നക്ഷത്രം പോലെ. അങ്ങനെ ഈ ആത്മാവാണെന്നുള്ള ദേഹത്തിനെ ഒന്ന് വിട്ടു നോക്കണം. അത് നമ്മളുടെ ഇവിടുത്തെ പ്രാക്ടീസാണ്. ബോഡിലെസ് സ്റ്റേജ് എന്ന് പറയും, അശരീരി സ്ഥിതി. ഞാൻ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട ഒരു അമരത്വമുള്ള, അതായത് ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ ആത്മചൈതന്യമാണെന്ന് എപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എപ്പോഴാണ് ആ ബോധത്തിലേക്ക് ഞാൻ വരുന്നത്, അപ്പം ഞാൻ പരമാത്മാവായിട്ട് കണക്റ്റഡ് ആവും. അതാണ് ഇവിടുത്തെ രാജയോഗം. ഇനി എനിക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ വീടാണ്, എൻ്റെ കുടുംബമാണ്, പക്ഷേ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഈശ്വരനെ അർപ്പിച്ചിട്ട് ചെയ്യാലോ, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല? മോഹമുണ്ട്, സ്വാർത്ഥതകളുണ്ട്. പക്ഷെ ഈശ്വരനെ അർപ്പിച്ച് ചെയ്യാന്ന് പറയുന്നതും ഒരു വളരെ വലിയ സാധനയാണ്. പിന്നെ ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 24 മണിക്കൂർ ആ കണക്ഷനിൽ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ വീട്ടിലേക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കണ പോലെയാണ്. അത് നമ്മൾ ഓഫ് ചെയ്താലേ അത് ഓഫാവും, അല്ലെങ്കിൽ അത് കണക്ഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ കറണ്ട്, ഈശ്വരീയമായ ആ ശക്തി എപ്പോഴും നമുക്കുണ്ടാവും. ഈശ്വരൻ അത് ഒരിക്കലും ഓഫ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളാണ് ഈ ജീവിത തിരക്കുകളിൽ പെട്ടിട്ട് ഓഫ് ചെയ്യും. എന്നിട്ട് പറയും ശരി, അതിരാവിലെ കുറച്ച് നേരം ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം, സന്ധ്യയ്ക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. നമ്മളാണ് അതിന് ഒരു ലിമിറ്റ് വെക്കുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈശ്വരനെ ധ്യാനിക്കാം. അപ്പോൾ ഇനി ആരാണ് പരമാത്മാവ്? ഇപ്പം ധ്യാനിക്കുന്ന ആള് ആത്മാവാണ്, ശരീരമല്ല, ഇന്ന വ്യക്തിയല്ല. ആരാണ് പരമാത്മാവ് എന്നുള്ളതാണ്. അപ്പോൾ ആത്മാവിനെ പോലെ തന്നെ പ്രകാശസ്വരൂപമായിട്ടുള്ള, അപ്പം നമ്മൾ പരബ്രഹ്മം, പരംപൊരുൾ, പരമാത്മാ എന്നൊക്കെ വിളിക്കില്ല. നമ്മൾ ശിവനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ശിവനെയാണ് സദാശിവൻ എന്ന് പറയുന്നത്. അതായത് ജനന മരണങ്ങൾക്ക് അതീതനായ, അജന്മാവായ, അഭോക്താവായ, അകർത്താവായ, അങ്ങനെയുള്ള ആ പരമാത്മാവുമായിട്ടാണ് എൻ്റെ മനസ്സിനെ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും ആ ഈശ്വരനുമായിട്ട് ഞാൻ മനസ്സിനെ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് കർമ്മം ചെയ്യണ്ടെന്ന് തോന്നില്ല. കർമ്മം എന്തായാലും നമ്മൾ ചെയ്തല്ലേ പറ്റൂ. നമ്മളുടേതായ ഏത് കർമ്മങ്ങളാണെങ്കിലും നമ്മൾ യോഗ അവസ്ഥയിൽ തന്നെ ഈശ്വരനായിട്ട് കണക്റ്റഡായി തന്നെ ചെയ്യണം എന്നുള്ളതാണ് രാജയോഗം. പിന്നെ ഇത് അഭ്യസിക്കുന്നത് നമുക്ക് ഇരുന്ന് അഭ്യസിക്കണം. സുഖാസനമാണ്. നമുക്കിനി താഴെ ഇരുന്ന് തന്നെ അഭ്യസിക്കണമെന്നൊന്നുമില്ല. ഇന്നത്തെ കാലത്തെ ആധുനിക മനുഷ്യനൊന്നും താഴെ ഇരുന്ന് ഒരു ശീലമില്ല. പിന്നെ നമ്മൾ പറയുന്നത് മനസ്സാണ്, മന്മനാഭവ എന്നാണ് പറയുന്നത്. മനസ്സാണ് ഇത് ചെയ്യുന്നത്. അപ്പം മനസ്സിനെയാണ് പത്മാസനത്തിൽ ഇരിക്കേണ്ടത്. താമരപുഷ്പം പോലുള്ള മനസ്സ് വരണം. താമരപുഷ്പം വേറിട്ടതാണ്, ഡിറ്റാച്ച്ഡാണ്. അതേസമയം സൂര്യനുമായിട്ട് കണക്റ്റഡാണ്. അതേപോലെ എൻ്റേതായ എല്ലാ കർമ്മങ്ങളും കടമകളും ചെയ്താലും എനിക്ക് ആരുമായിട്ട് ബന്ധപ്പെടാം? ഈശ്വരനായിട്ട് ബന്ധപ്പെടാം. അപ്പം ഈശ്വരനായിട്ട് ബന്ധപ്പെടുമ്പോൾ താമരപുഷ്പത്തിന് എന്താ സംഭവിക്കുന്നത്? താമരപുഷ്പം വിടരും. അപ്പം എന്നതുപോലെ എൻ്റെ ജീവിതത്തിലും ഉയർച്ചയെ ഉണ്ടാവും. എൻ്റെ ജീവിതം എപ്പോഴും ഒരു ജാഗ്രത അവസ്ഥയിലിരിക്കും. മനസ്സൊരിക്കലും അജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അസത്യത്തിൻ്റെ ഉറക്കത്തിലേക്ക്, നിദ്രയിലേക്ക് ഒരിക്കലും പോവില്ല. അങ്ങനെ ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുമ്പം ശരിക്കിപ്പം നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ പ്രാപ്തികൾക്ക് നമ്മൾ ഒരുപാട് മുൻതൂക്കം നൽകുന്നുണ്ട്. പക്ഷേ
ഇവിടെ ബ്രഹ്മകുമാരീസ് പറയുന്നത് ശരി, ഭൗതികമായ പ്രാപ്തികൾക്ക് നിങ്ങൾ കുറച്ച് സമയം കൊടുക്കും പകല്, പക്ഷെ ബാക്കി കുറേ സമയമുണ്ട് നമ്മുടെ കയ്യിൽ, അത് ആധ്യാത്മിക പ്രാപ്തിക്ക് വേണ്ടി കൊടുക്കണം. ആധ്യാത്മിക പ്രാപ്തി എവിടെ നിന്ന് കിട്ടും? പരമാത്മാവിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് അതിരാവിലത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാം. 3 മണി തൊട്ട് 5 മണി വരെയുള്ള സമയം. 2 മണിക്കും എഴുന്നേൽക്കാം. 10 മണിക്ക് ഉറങ്ങാം. 10 മണിക്ക് ഉറങ്ങിയാൽ 2 മണിക്ക് എഴുന്നേൽക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഈശ്വര സ്മൃതിയിൽ ലയിക്കുക. കണക്ഷൻ പെട്ടെന്ന് കിട്ടും. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈശ്വരൻ ബ്രഹ്മലോകത്തിലാണ് ഇരിക്കുന്നത്. ആ ബ്രഹ്മലോകത്തിലിരിക്കുന്ന ഈശ്വരനുമായിട്ട്, ബ്രഹ്മലോകം എന്ന് പറയുന്നത് ഇത് ഭൂമിയാണ്, ഇതിനെ നമ്മൾ കോർപ്പോറിയൽ വേൾഡ് എന്ന് വിളിക്കാം, സാകാര ലോകം. ഈ കാരണം രൂപമുണ്ട് ഇവിടെ പഞ്ചതത്വങ്ങളുടെ ആ രൂപമുണ്ട്. അതിന് മുകളിലായിട്ട് സൂക്ഷ്മ ലോകമുണ്ട്, അതിന് മുകളിലായിട്ടാണ് ബ്രഹ്മലോകം. അങ്ങനെ 3ാമത്തെ തട്ടിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകലാണ് മെഡിറ്റേഷൻ. അവിടെ പോയിട്ട് ഈശ്വരനുമായിട്ടുള്ള ധ്യാനം. അവിടെ നമ്മൾ ഈശ്വരനെ നേരിട്ട് നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ്, ജ്ഞാനനേത്രം കൊണ്ട് കാണുന്നു, ഈശ്വര പ്രാപ്തികൾ അനുഭവിക്കുന്നു. ഈശ്വരൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ ആ ഗുണങ്ങളും ശക്തികളും ആ ഒരു വളരെ വലിയ ആശീർവാദവും അതെല്ലാം നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ച് ആ പ്രാപ്തികൾ നേടി വീണ്ടും നമ്മൾ നമ്മുടെ കർമ്മക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഈ രാജയോഗം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പെട്ടെന്ന് ആത്മാവാകാൻ പറ്റില്ല. പെട്ടെന്ന് ഈശ്വരനുമായിട്ട് കണക്ഷൻ ഒരു ദിവസം കൊണ്ടോ 7 ദിവസം, നമ്മളിവിടെ 7 ദിവസത്തെ കോഴ്സാണ് എടുക്കുന്നത്. ഈ 7 ദിവസത്തെ കോഴ്സിൽ ആത്മജ്ഞാനം, പരമാത്മജ്ഞാനം, കർമ്മ സിദ്ധാന്തം ഇത് വളരെ പ്രധാനമാണ്. ഇപ്പം ഞാൻ ഈശ്വരനെ കുറേ നേരം ധ്യാനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ പകൽ മുഴുവനും എൻ്റെ കർമ്മത്തിൽ വളരെ ശ്രദ്ധ വേണം. ഞാൻ ആരെയും ചതിക്കാനോ അല്ലെങ്കിൽ ആരെയും വഞ്ചിക്കാനോ അല്ലെങ്കിൽ ആരെയും വെറുക്കാനോ പകരത്തിന് പകരം ചെയ്യാനോ ഒന്നും പാടില്ല. നമ്മളുടെ മനസ്സ് വളരെ പരിശുദ്ധമായിരിക്കണം, നിർമ്മലമായിരിക്കണം. അടുത്തൊരാളിനെ കുറിച്ച് ഞാനിത് ചിന്തിച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാനാണ്? അവരുടെ ജീവിതം അവരുടെ കയ്യിലാണ്, എൻ്റെ ജീവിതമാണ് എൻ്റെ കയ്യിൽ. ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ പ്രാപ്തികൾ എനിക്കൊരൊറ്റ ലെവലിൽ കിട്ടണമെങ്കിൽ ഞാൻ സ്റ്റഡി ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. എൻ്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അലയാൻ പാടില്ല. ഇതാണ് ശരിക്കും നമ്മൾ ചെയ്യുന്ന സാധനം. ഈശ്വരനായിട്ട് കണക്ഷൻ കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ എവിടേക്കൊക്കെയാണ് മനസ്സ് അലയുന്നത്? എവിടെ മോഹമുണ്ടോ അവിടേക്ക് അലയും, എവിടെ അഹങ്കാരമുണ്ടോ അവിടേക്ക് അലയും, എവിടെ ക്രോധം, അതായത് ഞാൻ വലുത് എന്ന് തോന്നിയാൽ അവിടേക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ ലോകത്തിൽ ഭയങ്കര ദേഷ്യക്കാരാണ് ആൾക്കാർ. അവിടത്തേക്ക് മനസ്സ് പോവും. പിന്നെ കാമം, പിന്നെ മറ്റ് വ്യക്തിപ്രഭാവങ്ങൾ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ പല പല ആപത്തുകൾ, ഇതൊക്കെ കാണുമ്പോൾ അവിടേക്ക് ശ്രദ്ധ പോവും. ഇപ്പോൾ ഉദാഹരണം ഞാനൊരു കുട്ടിയെ കാണാതായി എന്നും പറഞ്ഞ് എല്ലാവരും പിന്നെ ടി വിയുടെ മുന്നിൽ ആ കുട്ടിയെ തിരിച്ചു കിട്ടി. അപ്പോൾ എല്ലാവരും ശ്രദ്ധ മുഴുവനും ഈ ലോകത്തിലാണ്. ലോകത്തിൻ്റെ ആരും ഈശ്വരനിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ശരി, ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ അറിയണം, പക്ഷേ ഞാൻ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്നെ അറിയണം. എന്ത് സംഭവിച്ചാലും എൻ്റെ മനസ്സ് കുലുങ്ങരുത്. എൻ്റെ മനസ്സ് നല്ല ശാന്തമായിരിക്കണം, സന്തോഷമായിരിക്കണം. എങ്കിലും എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ശരി, ഒരാൾ കരയുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം വരരുത് എന്നുള്ളതല്ല, അവരുടെ ആ വൈഷമ്യം മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് വേണം. എന്നിട്ട് അതിനെ ഇല്ലാതാക്കി കൊടുക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ ദിവസേന ഭഗവാനുമായിട്ട് കണക്ഷൻ വെച്ച് ധ്യാനം നടത്തിയാൽ എൻ്റെ മനസ്സിനെ എനിക്ക് ശക്തമാക്കാം, ശാന്തമാക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ വൈബ്രേഷൻ, ആ തരംഗങ്ങൾ ഏതൊരു അടുത്ത വ്യക്തിക്കും കൊടുക്കാം, എൻ്റെ ബന്ധുമിത്രാദികൾക്കും കൊടുക്കാം, പ്രകൃതിക്കും കൊടുക്കാം. പിന്നെ മുഴുവൻ ലോകത്തിൽ എവിടെ ആപത്ത് നടക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ശാന്തി സമാധാനത്തിൻ്റെയും ഒരു വൈബ്രേഷൻ കിരണങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് വിഷമം ഉണ്ടാവരുത്, എനിക്ക് ദുഃഖം ഉണ്ടാവരുത്. ആദ്യം ഞാൻ എൻ്റെ ദുഃഖത്തിൽ നിന്ന്, എൻ്റെ വേദനകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു കഴിവ് സമ്പാദിച്ചേ പറ്റൂ, എന്തെല്ലാം സംഭവിച്ചാലും. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പേഷ്യൻ്റ് ചെല്ലണ പോലെയാണ്. ഡോക്ടർ ആ പേഷ്യൻറ്റിൻ്റെ രോഗം കണ്ട് പേടിക്കില്ലല്ലോ, ഡോക്ടർ മരുന്ന് കൊടുക്കും. അതേപോലെ നമ്മൾ ഓരോരുത്തരും ആത്മീയ ഡോക്ടർമാരാവണം. എന്ത് പ്രശ്നം വന്നാലും അതിനൊരു പരിഹാരം ഈശ്വരൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കറിയാം. ആ പരിഹാരം കൊടുക്കുന്നവരാണ് നമ്മൾ, പേടിക്കുന്നവരല്ല, പരിഭ്രാന്തരാകേണ്ടവരല്ല. അപ്പോൾ ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ കണക്ഷൻ വേണമെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് വേറിട്ടിരുന്നാലേ പറ്റും. അതുകൊണ്ടാണ് താമരപുഷ്പം എന്ന് പറയുന്നത് അഴുക്കിലാണ് നിൽക്കുന്നത്, വെള്ളത്തിലാണ് നിൽക്കുന്നത്, പക്ഷെ അതിൽ ഒട്ടുന്നില്ല. അപ്പോൾ എന്തിനാണ് ഈ ഒട്ടൽ എന്നുള്ളതാണ്. അപ്പം ഈ സ്വാർത്ഥതകളില്ലാതെ എങ്ങനെ ഈ ലോകത്തെ ജീവിക്കും, അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ് ഇല്ലാതെ എങ്ങനെ ഞാൻ കുടുംബം നോക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് സാധാരണക്കാർക്കുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുന്നത്
യഥാർത്ഥ സ്നേഹമാണോ എന്നുള്ളതാണ്. സത്യമായ സ്നേഹം അല്ലെങ്കിൽ അത് ഈശ്വരീയമായിരിക്കും, അത് ആത്മീയമായിരിക്കും. ആ സ്നേഹം നമുക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾ കിടന്നിങ്ങനെ ചഞ്ചലാവുന്നില്ലേ, ഒരുപാട് പ്രശ്നക്കാരല്ലേ, അവരാവുകയില്ല. ഈ ഓവർ ആക്റ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവൊക്കെ ആകുന്നത് നമ്മളുടെ ഉള്ളിൽ ഈ ജന്മം കൊടുക്കുന്ന അമ്മയും അച്ഛനും അവർ വളരെ ഭക്തരാണെങ്കിൽ, അല്ലെങ്കിൽ അവർ നല്ല ഈശ്വരനുമായിട്ട് കണക്ഷൻ ഉള്ളവരാണെങ്കിൽ, ഇങ്ങനൊരു പ്രാക്ടീസൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ അങ്ങനെയാവും. അപ്പോൾ ഒരടുത്ത തലമുറ വരണമെങ്കിലും, അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ശരിക്കും ഇങ്ങനൊരു യോഗിക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ് രാജയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് ആ യോഗി യഥാർത്ഥത്തിൽ സമൂഹം വിട്ട് പോകുന്ന യോഗിയല്ല, കടമകൾ ഉപേക്ഷിച്ചു പോകുന്ന യോഗിയല്ല. അവരവരുടെ വീട്ടിൻ്റെ അന്തരീക്ഷത്തിനെയും യോഗി അന്തരീക്ഷമാക്കി മാറ്റും. ഓരോ വീടും ശരിക്കും ക്ഷേത്രമാവട്ടെ, ഓരോ വീടും ആശ്രമമാവട്ടെ, ഓരോ വീടും ശാന്തി നിറഞ്ഞതാവട്ടെ, സ്വർഗമാവട്ടെ. പക്ഷെ അതിനെല്ലാം വേണ്ടി ആദ്യം നമ്മുടെ മനസ്സിനെയാണ് റെഡിയാക്കേണ്ടത്. അപ്പം മനസ്സിനെ സമ്പൂർണ്ണമാക്കി മാറ്റുക, ആദ്യം നമ്മളെ സമ്പൂർണ്ണമാക്കി മാറ്റുക. അത് ഗുണങ്ങളാൽ, അറിവിനാൽ, ശക്തികളാൽ എല്ലാം. പിന്നെ ആശീർവാദം ഇവിടെ ഒരു പ്രധാന സബ്ജക്റ്റാണ്. എല്ലാവരും നമ്മളായിട്ട് ബന്ധപ്പെടുന്നവരുടെ ഒരു ബ്ലെസ്സിങ് നമുക്ക് വേണം. പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് അവർക്ക് നമ്മളെക്കുറിച്ച് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് സഫലത കിട്ടണമെന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ പഠിക്കാനുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ആ കർമ്മത്തിൻ്റെ ഫലം നമ്മളെ ബാധിക്കും. അപ്പം ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഇതിന് ചുറ്റിലുണ്ട്. ഇതിനെല്ലാം ശരിയാക്കലാണ് നമ്മളുടെ സാധന. എന്നിട്ടിതെല്ലാം പകൽ മുഴുവൻ ശ്രദ്ധിച്ചിട്ട് നമ്മൾ രാത്രിയും രാവിലെയും ഒക്കെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താൽ വളരെ ഏകാഗ്രത കിട്ടും, ഈശ്വരനായിട്ട് കണക്ഷൻ കിട്ടും. അപ്പോൾ ഈ പരമാത്മാവായിട്ട് കണക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവും പെരുമാറ്റവും നമ്മുടെ മനസ്സും ഒക്കെ ശുദ്ധമായിരിക്കണം. സിസ്റ്റർജി, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ സ്ത്രീ ശക്തിക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ അമരത്താണെങ്കിലും സ്ത്രീകളാണ് കൂടുതലും ക്ലാസ്സുകളിലും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിലും എല്ലായിടത്തിലും സ്ത്രീകളാണ് കൂടുതൽ പങ്കാളിത്തം കണ്ടുവരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? ബ്രഹ്മകുമാരീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് അറിയാലോ, ബ്രഹ്മകുമാരി എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മകുമാരീസാണ് എൻ്റെ തലപ്പത്ത് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ബ്രഹ്മകുമാരന്മാരുണ്ട് എന്നുള്ള സത്യം ഞാൻ പറയാം. കാരണം ഈ സഹോദരന്മാരില്ലാതെ പറ്റില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ, അതായത് 1936 സിന്ധ് ഹൈദരാബാദിലാണ് ഇത് ആരംഭിക്കുന്നത്. ദാദാ ലേഖ്രാജ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു വലിയ രത്നവ്യാപാരിയായിരുന്നു. അദ്ദേഹമാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അലൗകിക നാമമായിട്ടാണ് പ്രജാപിത ബ്രഹ്മ. അതിൽ നിന്നാണ് ബ്രഹ്മകുമാരി എന്ന പേര് വന്നത്. ഇവിടെ വളരെ വലിയൊരു പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ 1936 അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, സിന്ധു ഹൈദരാബാദിൽ നിന്ന്. 1950 ഈ വിഭജനം നടന്നല്ലോ. അപ്പൊ പിന്നെ ഇന്ത്യ തന്നെയാണ് ആത്മീയമായ കാര്യങ്ങൾക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരീയമായ നിർദ്ദേശം അനുസരിച്ചാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിൽ മൗണ്ട് അബു കേന്ദ്രമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടാണ്. അത് 1950 മുതലാണ്. ഇനി ബ്രഹ്മകുമാരി എന്ന് പറയുമ്പോൾ ഒരു 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ആദ്യം ഇതിലേക്ക് എല്ലാവരും വന്നല്ലോ. കുറേ പേര് പല വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് സാക്ഷാത്കാരങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തു, പല പല അനുഭവങ്ങൾ. അപ്പൊ അവർ വന്നതിൽ കൂടുതൽ പേരും സ്ത്രീകളായിരുന്നു.
സ്ത്രീകൾ വളരെ സമർപ്പണ ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ധ്യാനിക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്ത അങ്ങനൊരു സാഹചര്യം. പക്ഷെ ഇതിന്റെ ഫൗണ്ടർ അദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്നതും ബ്രഹ്മബാബ എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ സ്ത്രീകളുടെ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇനി അടുത്തത് ഇത് സിന്ധിലാണ് തുടങ്ങുന്നത്. അപ്പൊ സിന്ധു എന്ന് പറയുന്ന നാട്ടില് സ്ത്രീകൾക്കധികം അന്നത്തെ കാലം 1936 അന്നത്തെ കാലത്ത് വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ലായിരുന്നു. 4 ചുമരുകൾക്കുള്ളിൽ കെട്ടിയടക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ആണ് ഇങ്ങനെ ഒരു സത്സംഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സത്സംഗത്തിൽ വരാൻ സാധിക്കുന്നു, സ്ത്രീകൾക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട്, ആർക്ക് വേണമെങ്കിൽ അവിടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് ഓടി വരികയായിരുന്നു. അപ്പം അവർക്ക് ആത്മീയമായിട്ടോ അല്ലെങ്കിൽ ലൗകികമായ വിദ്യാഭ്യാസമോ എല്ലാം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ അപ്പം ശരിക്കും സ്ത്രീകൾ അങ്ങ് ഓടി വന്നു. അത് വളരെ വലിയൊരു പോയിന്റാണ്. ഇന്നും ബ്രഹ്മകുമാരീസിലെ ജനസംഖ്യ എടുത്താൽ സ്ത്രീകളാണ് കൂടുതൽ, 75%. അത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ എല്ലാ സെന്ററുകളും നടത്തുന്നത് കുമാരിമാരാണ്, കന്യകമാരാണ്. അഥവാ വീട്ടിൽ നിന്നും വരുന്ന അമ്മമാരില്ല എന്നുള്ളതല്ല. അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇതിന് മുമ്പത്തെ ചീഫ് നമ്മളുടെ ജാനകി ദാദി എന്ന് പറഞ്ഞിട്ടുള്ള ചീഫായിരുന്നു. അവരൊരു അമ്മയാണ്. അപ്പൊ അമ്മമാരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതല്ല, പക്ഷേ കുമാരിമാരാകുമ്പോൾ അവർ ഫ്രീ ആണ്. അവർക്ക് കുടുംബ പ്രാരാബ്ദങ്ങളുടെ പുറകെ പോണ്ട. കുടുംബത്തിൽ നിന്ന് ആരെയും നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്നില്ല. കുടുംബത്തിലുള്ളൊരു കുടുംബം നോക്കിക്കൊണ്ട് ഈ സേവനം ചെയ്യാം. അതുകൊണ്ടാണ് അമ്മമാരധികം ഇല്ലാത്തത്. പക്ഷെ കുമാരിമാർക്കാവുമ്പോൾ അവർക്ക് ലൗകികത്തിൽ അത് എങ്ങനെ പറയുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ പറയുന്നത് ബ്രഹ്മകുമാരി ആയിക്കഴിഞ്ഞാൽ അവർക്ക് സാധന വളരെ എളുപ്പമാണ്. ഒരു കുമാരി എന്ന് പറയുമ്പോൾ കൊച്ചു പെൺകുട്ടിയാണ്. അവർക്കൊരിക്കലും സാധന വിഷമുള്ള കാര്യമേ അല്ല. സ്ത്രീയുടെ മനസ്സിൽ ഒരുപാട് ശക്തിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ സ്ത്രീയെ ദേവിയായിട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? സന്യാസിനിമാർ ഒരുപക്ഷെ കുറവായിരിക്കാം ലോകത്തിൽ നോക്കുമ്പം. പക്ഷേ സ്ത്രീകളുടെ മനസ്സിലും ഒരുപാട് ശക്തിയുണ്ട്. പക്ഷെ ആ ശക്തി ഉണർത്താനുള്ള ഒരു സാഹചര്യം സ്ത്രീക്ക് കിട്ടിയാൽ അവിടെ സ്ത്രീ ശാക്തീകരണം നടക്കും എന്നുള്ളതിന് തെളിവാണ് ബ്രഹ്മകുമാരീസ്. അപ്പൊ ഇതിന്റെ ഫൗണ്ടർ ഫാദറിനും പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഫൗണ്ടർ പരമാത്മാവ് ശിവൻ തന്നെയാണ്. പരമാത്മാവിന് ഉറപ്പുണ്ടായിരുന്നു സ്ത്രീകൾ ഇത് നടത്തും എന്നുള്ളത്. അങ്ങനെ ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള വെച്ചാൽ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് വളരെ പവർഫുൾ ട്രെയിനിങ് ആണ്. നമുക്ക് ശരിക്കും ക്ലാസ്സുകൾ തരും, വളരെയധികം മോട്ടിവേഷനാണ്. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മുകളിൽ ചോദിക്കാം. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഇതിലത്തെ ബ്രഹ്മകുമാരീസ് ആയിട്ടുള്ള ഈ ഓർഗനൈസേഷന്റെ ഹെഡുകൾ തന്നെയാണ്. പക്ഷെ ആ ഫൈനൽ ഡിസിഷൻ അവരൊന്ന് നോക്കുമായിരിക്കും. പക്ഷെ ഓരോ സ്ഥാനത്തിനനുസരിച്ച് അവർ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ സ്ത്രീകളുടെ ഉള്ളിലും ശക്തിയുണ്ട്. പിന്നെ അടുത്തൊരു പോയിന്റ്, അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആത്മാവാണ്. ഈ ആത്മാവ് സ്ത്രീ ആകുന്നത് എപ്പോഴാണ്? സ്ത്രീ ശരീരത്തിൽ വരുമ്പോഴാണ്. പുരുഷനാകുന്നത് എപ്പോഴാണ്? പുരുഷ ശരീരത്തിൽ പോകുമ്പോഴാണ്. അപ്പൊ ഈ സ്ത്രീയായിട്ട് ഇപ്പൊ ജനിച്ച ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ പുരുഷനായിരുന്നിരിക്കാലോ, അടുത്ത ജന്മത്തിന് പുരുഷനാവാലോ. അങ്ങനെ ഇവിടെ പറയുന്നുണ്ട്. ജന്മങ്ങൾ മാറി മാറി വരും, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്ന ഒരു ആത്മാവിനകത്ത് 2 സംസ്കാരമുണ്ട്. അപ്പൊ ഈ ഓർഗനൈസ് ചെയ്യാനുള്ള സംസ്കാരവും അല്ലെങ്കിൽ കാര്യങ്ങളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന സംസ്കാരം ഒക്കെ സ്ത്രീയിലുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതി തന്നെ ഒരു ലേഡിയാണ്, അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് എത്ര റാങ്കുകളാണ് പെൺകുട്ടികൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബുദ്ധിയിലോ അല്ലെങ്കിൽ മാനേജ്മെന്റിലോ സ്ത്രീകൾ പുറകിലല്ല. അതുപോലെ ആത്മീയ ധ്യാനങ്ങൾ നടത്തുന്നതിലും ആത്മീയ ജ്ഞാനത്തിന്റെ പ്രചരണം നടത്തുന്നതിലും സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ. ഇനി അടുത്തൊരു പോയിന്റ് കൂടി ഉണ്ട്. സ്ത്രീകൾക്ക് അത്ഭുതകരമായ നാക്കുണ്ടെന്നാണ് പറയുക. അവരേതൊരു കാര്യം ഏൽപ്പിച്ചാലും അവരത് എല്ലാവരുടെ അടുത്തും സ്പ്രെഡ് ചെയ്തു. അതൊരു തമാശയാണ്. കാരണം സ്ത്രീകൾ മിണ്ടാതിരിക്കില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾ വളരെ മുന്നിലാണ്. അപ്പൊ ഈ ആത്മീയ ജ്ഞാനം ഈശ്വരൻ വിചാരിച്ചു വേണം ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ അത് സ്പ്രെഡ് ചെയ്തോളൂ. അതൊരു പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ സ്ത്രീ പാലിക്കാൻ ഭയങ്കര മിടുക്കിയാണ്. ഏത് മഹാത്മാക്കൾക്കും ഏത് സന്യാസ ശ്രേഷ്ഠമാർക്കും ജന്മം കൊടുത്തത് ആരാണ്? അവരെ പാലിച്ച് വളർത്തിയതാരാണ്? അത് സ്ത്രീയാണ്. അപ്പൊ സ്ത്രീക്ക് അമ്മ മാതൃത്വമുണ്ട്. ഓരോരുത്തരും മനസ്സിലാക്കി അവരെ പാലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കൊടുത്ത് പാലിക്കുന്ന കാര്യമേ അല്ല അവിടെ പറയുന്നത്. അവർക്ക് വേണ്ടതായ
ശക്തി കൊടുത്ത്, ജ്ഞാനം കൊടുത്ത്, അവർക്ക് വേണ്ടതായ എന്തെല്ലാം ഓരോരോ സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള സാന്ത്വനങ്ങൾ, ആശ്വാസങ്ങൾ ഇതെല്ലാം കൊടുക്കാൻ സ്ത്രീക്ക് സാധിക്കും. അപ്പം അങ്ങനെ സ്ത്രീ ഒരു മൾട്ടി പേഴ്സണാലിറ്റിയാണ്. സ്ത്രീ വീട്ടിലെ ഡോക്ടറാണ്, സ്ത്രീ വീട്ടിലെ നേഴ്സാണ്, എല്ലാം സ്ത്രീയാണ്, കുക്കാണ്, വീട് മുഴുവൻ ക്ലീൻ ചെയ്യുന്നത് സ്ത്രീയായി. അപ്പം സ്ത്രീയുടെ ഉള്ളിൽ ഒരു ഭയങ്കര വലിയൊരു വ്യക്തിത്വമുണ്ട്. പിന്നെ സ്ത്രീക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റും. ഒരു കുടുംബത്തിനെ വളർത്തുന്നത്, ഒരു കുട്ടിയെ വളർത്തുന്നത് എല്ലാം സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീയുടെ കഴിവുകളെ ഇദ്ദേഹം കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് സ്ത്രീകളെ ഏൽപ്പിച്ചപ്പോഴത്തേക്കും 1936 ആരംഭിച്ച് 1950 ഇത് ആരംഭിച്ചു ഇന്ത്യയിൽ. പക്ഷേ 1970-71 ഇന്ത്യക്ക് പുറത്തു പോയി. ഇന്ത്യക്ക് പുറത്തു പോയപ്പോൾ അത് നമുക്കറിയാം, ഇന്ത്യയിലെ ജ്ഞാനമാണ്, ആത്മീയ ജ്ഞാനമാണ്. ഇത് പുറത്ത് പ്രചരിപ്പിക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ എത്ര പേരാണ് ഈ അമൃത മഹോത്സവത്തിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി നമ്മളോട് സംസാരിക്കുമ്പം, ഒരു ഓൺലൈൻ കോൺഫറൻസിൽ നമ്മളോട് സംസാരിക്കുമ്പം അദ്ദേഹം പറഞ്ഞത്, വിദേശത്ത് നിന്നും എല്ലാ വർഷവും 500 പേരെങ്കിലും ഭാരതത്തിൽ വരണം. എന്നിട്ട് ഈ ഭാരതത്തിൽ ഉള്ള സംസ്കാരം, ഇവിടുത്തെ മെഡിറ്റേഷൻ, ഇവിടുത്തെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോകണം. എന്നിട്ട് അവരത് വിദേശത്ത് സ്പ്രെഡ് ചെയ്യണം. വരേണ്ടത് വിദേശികളാണ്, ഇന്ത്യക്കാരല്ല. ഇന്ത്യക്കാരായ വിദേശികളല്ല, വിദേശികൾ വരണം. പക്ഷേ നമ്മളുടെ പ്രസ്ഥാനത്തിൽ 500 അല്ല. എല്ലാ വർഷവും വിദേശികളുടെ ടേണിൽ എത്ര വിദേശികളാണ് മൗണ്ട് അബുവിൽ വരുന്നത്. അപ്പോൾ അവിടെയും പോയി ഈ അറിവ് മനസ്സിലാക്കി കൊടുത്ത് അത് അവിടെ പോകുന്ന നമ്മളുടെ സിസ്റ്റേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അവരിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഒരിക്കൽ ശ്രീ ബുദ്ധൻ്റെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ നമ്മളുടെ ഒരു സഹോദരി പോയപ്പോൾ അവർ പറയാണ്, നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഈശ്വരൻ ആരാണെന്ന് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം ഈശ്വരനെ കുറിച്ചൊന്നും അവർ അധികം ചിന്തിക്കുന്നില്ല, അവർക്ക് അധികം അറിയാൻ ഉള്ള ഒരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നിങ്ങളുടെ മൗണ്ട് അബുവിൽ വരട്ടെ എന്ന്. അങ്ങനെ 250 ബുദ്ധ സന്യാസിമാരാണ് നമ്മുടെ മൗണ്ട് അബു വിസിറ്റ് ചെയ്തത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, വിദേശത്തും ആളുകൾ ദാഹിച്ചിരിക്കുകയാണ് ആത്മീയതയ്ക്ക് വേണ്ടി, ശാന്തിക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സഹോദരിമാർ അവിടെ പോയി അവിടെ സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനായിട്ട്, ഒരു ആത്മീയ പ്രസ്ഥാനമായിട്ട് ഇത് മാറി. ഇത് ഒരു പിന്നെ ഇപ്പോൾ റഷ്യയിലാണെങ്കിൽ ഗവൺമെൻറ് തന്നെ ഏക്കർ കണക്കിന് സ്ഥലം കൊടുത്തു. അവിടെ വലിയ ഇത് പണിതുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലാണെങ്കിൽ 300 ഏക്കറിൽ ഒരു പീസ് വില്ലേജാണ് നമുക്കുള്ളത്, ഒക്കെ സ്വന്തമാണ് സ്ഥലം. ഇങ്ങനെ നോക്കുമ്പം എവിടെ പോയാലും ആത്മീയതയ്ക്ക് സ്ഥാനം എല്ലാവരും തരുന്നുണ്ട്. അത് സ്പ്രെഡ് ചെയ്യാൻ ആൾ വേണമെന്നേ ഉള്ളൂ. ആളുകൾ നല്ല എഫിഷ്യൻ്റ് ആയിരിക്കണം, എല്ലാവരും അവിടെ ആത്മവിശ്വാസം വേണം. പക്ഷെ മെഡിറ്റേഷനിലൂടെ നമുക്കത് കിട്ടും. അപ്പം സ്ത്രീകൾ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. സ്ത്രീകളെ എല്ലാവരും അംഗീകരിക്കുന്നു. ഇപ്പം നമ്മൾ നോക്കിയാലും, നമ്മൾ പോയാൽ ഗവൺമെൻറ്റിലെ ഏത് ആളുകളാണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരാണെങ്കിലും എന്താ സഹായം വേണ്ടേ, ഞങ്ങൾ ചെയ്തു തരാം. ഒരുപക്ഷെ സ്ത്രീകൾക്ക് പകരം അത് പുരുഷന്മാരാണ് പോയതെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കില്ല, അവർ ഇങ്ങോട്ട് സഹായിക്കാൻ പറയും. അങ്ങനെ സ്ത്രീകൾ എവിടെ പോയാലും, ഞങ്ങളുടെ അനുഭവമാണ്, എവിടെ പോയാലും അവർക്ക് സഹായിക്കാനുള്ള മെൻറ്റാലിറ്റി വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഇപ്പം പിന്നെ കുറേ സ്ത്രീ സൗഹാർദ്ദവും ശാക്തീകരണമൊക്കെ വളരെ കൂടുതലാണ്. ഇന്നത്തെ ഗവൺമെൻറ്റും അത് ചെയ്യുന്നുണ്ട്. എങ്കിലും 1936 ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഹെഡ് അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുള്ളൂ. പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരു ആത്മവിശ്വാസം വളരുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അങ്ങനെ മെഡിറ്റേഷൻ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ലല്ലോ, ആര് ചെയ്താലും ഈശ്വരനുമായിട്ട് കണക്ഷൻ കിട്ടും, സ്ത്രീകളുടെ പവറുണ്ട് ഉള്ളതാണ്.
സിസ്റ്റർജി, നമ്മൾ ഭൗതികതയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പ്രതീക്ഷ വേണം എന്ന് പറയാറുണ്ട്. നമുക്ക് അതൊരു പ്ലാനിങ് വേണം, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പ്രതീക്ഷ വെച്ചാലേ ആ ലക്ഷ്യം നേടാൻ പറ്റുമെന്ന് പറയും. എന്നാൽ അതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഈ നമുക്ക് സന്തോഷമായിരുന്നാലും ദുഃഖമായിരുന്നാലും തരുന്നത് ഈ പ്രതീക്ഷയാണ്. അപ്പം ശരിക്കും ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് ആവശ്യമാണോ? എന്താണ് സിസ്റ്റർജിയുടെ ഒരു അഭിപ്രായം? നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ എന്തായാലും വേണം. പക്ഷേ അത് ശുദ്ധമായ പ്രതീക്ഷയാവാം, സ്വാർത്ഥപരമായ പ്രതീക്ഷയാവാൻ പാടില്ല. ജീവിതത്തിൽ എന്തായാലും ലക്ഷ്യം വേണം. നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ജീവിതം എല്ലാവരും ഓരോരുത്തരും ലക്ഷ്യം വെച്ച് തന്നെ പോകണം. ലക്ഷ്യമാണ് വേണ്ടത്, പ്രതീക്ഷയല്ല. ലക്ഷ്യബോധം വേണം, പിന്നെ അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്കും വേണം. ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നു, ഞാൻ കുറേ കാര്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു, പക്ഷേ ഞാൻ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നില്ല, എനിക്കൊന്നും കിട്ടില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ പോരാ, മനസ്സിൽ പ്രതീക്ഷിച്ചാൽ പോരാ, ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. എൻ്റെ സമയം, സങ്കല്പം, എൻ്റെ ശ്വാസം, എൻ്റെ കർമ്മം, അതിലെല്ലാം ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കണം. ഒരു വിഷൻ വേണമെന്ന് പറയും. അപ്പോൾ അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. പിന്നെ ഈ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഹോപ്പ് എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഞാൻ ഒരു കാര്യം ചിന്തിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചു, ലക്ഷ്യം വെച്ചു, പക്ഷേ ഒരുപക്ഷെ അത് ആദ്യം തോൽവിയാവാം. ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്, ആദ്യത്തെ പ്രസിഡന്റായ അബ്രഹാം ലിങ്കൺ എത്രയോ പ്രാവശ്യം ഇലക്ഷനിൽ തോറ്റു, എന്നിട്ട് എന്നാലും അദ്ദേഹം അവസാനം ഒരു ദിവസം പ്രസിഡന്റായി. എന്നതുപോലെ എത്രയോ പേർക്ക് തോൽവി സംഭവിക്കുന്നു. പക്ഷെ തോറ്റിട്ടും അവരെല്ലാം വീണ്ടും വീണ്ടും പ്രയത്നിക്കുകയാണ്. ഈ 8 കാലി വല നെയ്യുന്നതും പറയും അല്ലേ, 8 കാലിക്ക് എത്ര നോക്കിയാലും പറ്റില്ല. അവസാനം എത്രയോ പ്രാവശ്യം ചെയ്തിട്ടാണ് ഒരു പ്രാവശ്യം ആ വല മുഴുവൻ നെയ്ത് തീർക്കുന്നത്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ തോറ്റാലൊന്നും നമ്മൾ പിന്തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല, താഴെ വീഴേണ്ട ആവശ്യമില്ല, തളരേണ്ട ആവശ്യമില്ല, തളർച്ച പാടില്ല. ആത്മവിശ്വാസത്തിനെ നിലനിർത്തുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു ലക്ഷ്യം വയ്ക്കണം. ഇനിയിപ്പോൾ ഞാൻ ശരി, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മാത്രമല്ല ഞാൻ വയ്ക്കേണ്ടത്, ഒരു ജീവിതത്തിൻ്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല. ഓരോ ദിവസത്തിനും ലക്ഷ്യം വയ്ക്കാം, ഒരാഴ്ചത്തേക്കുള്ള ലക്ഷ്യം വയ്ക്കാം, 2 ആഴ്ചത്തേക്കുള്ള ലക്ഷ്യം വയ്ക്കാം, ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കാം, വലിയ വലിയ ലക്ഷ്യം വയ്ക്കേണ്ട. പലപ്പോഴും ആളുകളുടെ വലിയൊരു ഫെയിലിയറിന് കാരണം അവർ വലിയ ലക്ഷ്യമാണ് വയ്ക്കും. ഇപ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങുമ്പോൾ ആൾ എന്ത് ചെയ്യുന്നറിയോ, വലിയ ലക്ഷ്യം വയ്ക്കും. വലിയ ലക്ഷ്യമല്ല വയ്ക്കേണ്ടത്, ചെറിയ ലക്ഷ്യത്തിൽ നമ്മുടെ കയ്യിൽ എന്ത് എനർജി ഉണ്ടോ, എന്ത് ഫെസിലിറ്റി ഉണ്ടോ, അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. പതുക്കെ പതുക്കെ ശരിയായിക്കോളും. പക്ഷെ പ്രവർത്തിക്കണം. ഒരു കാരണവശാലും നമ്മൾ കൂടുതൽ വലിയ ലക്ഷ്യത്തിലേക്ക് പോകരുത്. ഇങ്ങനെ കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പോയാൽ മതി. എത്രയോ തോറ്റു തൊപ്പിയിട്ടവരും അല്ലെങ്കിൽ ഫെയിലിയർ ആയവരും ഒക്കെ പിന്നീട് അവർ ഉയർന്ന് വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നത് തെറ്റല്ല, പക്ഷേ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. കർമ്മമാണ് വലുത്. ഞാൻ കർമ്മം പ്രവർത്തിച്ചാലേ അതിൻ്റെ ഫലം ഉണ്ടാവും. ഈ പ്രവർത്തിക്കാനും നമുക്ക് തോന്നണം. മിക്കവാറും ആളുകൾക്ക് ഭയങ്കര അലസതയാണ്. അതിൽ നമ്മൾ പറയും, ഒരാൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പോലും ഏകാഗ്രത കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ഇൻറ്റേർണൽ ലേസിനെസ്സാണ്. മാനസികമായിട്ടുള്ള അലസത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വ്യർത്ഥ ചിന്തകൾ വരുന്നത്, ഹോപ്പ്ലെസ് ആയിട്ടുള്ള ചിന്തകൾ വരുന്നത്. എന്തിനാണ് അങ്ങനെ ഹോപ്പ്ലെസ് ആവേണ്ട കാര്യം? എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ? ഇപ്പം കൊറോണ സമയം വന്നപ്പോൾ ആളുകൾ വിചാരിച്ചു ഇതോടുകൂടി ലോകം തീർന്നു. പക്ഷെ എത്രയോ പേര് ആ സമയത്ത് സ്വന്തമായിട്ട് കൃഷി തുടങ്ങി, സ്വന്തമായിട്ട് ഉൽപ്പാദനങ്ങൾ തുടങ്ങി. ആ സമയത്തും ജോലി ഇല്ലയെന്നും പറഞ്ഞ് കുറേ പേര് വിഷമിച്ചു. പക്ഷേ ജോലി എത്ര പേര് കണ്ടുപിടിച്ചു എന്നറിയും. എത്ര പേര് വീടുകളിൽ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു, പിന്നെ ആഹാരം ഉണ്ടാക്കി കൊടുത്തു. ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അന്നത്തെ സമയത്ത്. ഇത് നമ്മൾ ഏത് സാഹചര്യം വന്നാലും നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരിക്കലും ഒരു കുഴപ്പമില്ല. ഇവിടെയും നമ്മൾ ആ സമയത്ത് ഇഷ്ടം പോലെ പച്ചക്കറി, ആരും വെറുതെ ഇരുന്നില്ല. അപ്പം വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മൾ ഹോപ്പ്ലെസ് ആയിട്ട് തളർന്നങ്ങ് പോകാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെ ഈശ്വരൻ സഹായിക്കും. നമ്മുടെ ഒരു വലിയ ചൊല്ലുണ്ട്, ഹിമ്മത്തെ മർദ്ദ മദതേ കുതാന്ന്. അതായത് ഒരു സ്റ്റെപ്പ് ഞാൻ ധൈര്യത്തോടു കൂടി വെക്കും, ഈശ്വരൻ 1000 സ്റ്റെപ്പ് വെച്ച് എന്നെ സഹായിക്കും. അവിടെ ഈശ്വരൻ്റെ കാര്യമാണ് പറയുന്നത്. സമൂഹം നമ്മളെ സഹായിക്കും. ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല. എല്ലാം നമ്മൾ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. നമുക്ക് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാം, വളരെ ഉയർന്ന ഭാവന വയ്ക്കാം.
നമ്മുടെ മനസ്സിൽ ഒരു ശക്തമായ ഭാവന കൊണ്ടുവരണം. എന്നെക്കൊണ്ടെല്ലാം സാധിക്കും, എന്നെക്കൊണ്ടെല്ലാം സാധിക്കും, എനിക്ക് നല്ലതേ വരൂ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. എൻ്റെ ചിന്ത പല പ്രാവശ്യം ഞാൻ ചിന്തിക്കുമ്പോൾ അത് പ്രാക്ടിക്കലായിക്കോളും. അതുകൊണ്ട് നമുക്ക് ലക്ഷ്യം വെച്ച് ചെയ്യാം. അതാണ് യഥാർത്ഥത്തിൽ മാത്രമാവുമ്പോഴാണ് ഈ വിഷമവും ഇതെല്ലാം വരുന്നത്. ആ ലക്ഷ്യം ഉറക്കാത്തത് കൊണ്ടായിരിക്കും. അതെ അതെ. അല്ല, ലക്ഷ്യം എല്ലാവർക്കും ഉണ്ട്. ആകാശക്കൊട്ട കെട്ടാൻ ആർക്കാ പറ്റാത്തത്? സ്വപ്നം കാണാൻ ആർക്കാ പറ്റാത്തത്? പക്ഷെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാൻ? ആലോചിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ചിന്ത വേണ്ട. സാധാരണ ആൾക്കാർ പറയും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ചിന്തകൾ കുറയ്ക്കുക, പ്രവർത്തനം കൂട്ടുക, അതാണ് ചെയ്യേണ്ടത്. സിസ്റ്റർജി നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം, ഇപ്പം എല്ലാവരും ഈ ബ്രഹ്മകുമാരീസിൻ്റെ അടിസ്ഥാനം തന്നെ മെഡിറ്റേഷൻ ആണല്ലോ. അപ്പം എല്ലാവരും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാവണം നിർബന്ധമില്ല. സിസ്റ്റർജിയും എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനമായിട്ട് കണക്റ്റായി വന്നത്? ഒന്ന് വിശദീകരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലാണ്. അങ്ങനെ വലിയ ഭക്തി ഉണ്ടായിരുന്നു, വീട്ടുകാർക്ക് ഭക്തി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഭക്തി ചെയ്യുന്ന സംസ്കാരം കുറവായിരുന്നു. പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്കങ്ങനെ ഇതിലും ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നു, നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ആത്മീയമായ ബുക്കുകൾ വായിക്കാൻ ഇഷ്ടമായിരുന്നു. അതാണ് അവിടെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നത്. ഈ ബുക്കുകൾ, അറിവുകൾ, തത്വങ്ങൾ ഒക്കെ വായിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം വായിക്കുമായിരുന്നു, എല്ലാ ബുക്കും വായിക്കും. പക്ഷേ ജീവിതത്തിൽ നമുക്ക് ആ ഒരു പ്രായപൂർത്തിയാകുന്ന ആ സമയത്ത് ആണ് ഈ ആത്മീയമായ കാര്യങ്ങളൊക്കെ വായിക്കാനും ഒക്കെ തുടങ്ങിയത്. പക്ഷേ ഈ ക്ലാസ്, അതായത് നമ്മളുടെ വീട്ടിൽ ഒരു സഹോദരൻ, ഇതിൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ, അദ്ദേഹം വന്നിട്ട്, അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രചരണം അങ്ങനെയായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് പരിചയമുള്ള വീടുകളിൽ പോയിട്ട് അവിടെ ഒരു കോഴ്സ് സംഘടിപ്പിക്കും. അങ്ങനെ അപ്പം എൻ്റെ നാട് തൃശ്ശൂരാണ്. അപ്പം അവിടെ ഇങ്ങനെ ഒരു ഇതില്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഈ ജ്ഞാനത്തിൻ്റെ ബ്രാഞ്ചുകൾ ഇന്നിപ്പോൾ അവിടെ ഇഷ്ടംപോലെ ബ്രാഞ്ചുകളുണ്ട്. എല്ലാ താലൂക്കിലും തൃശ്ശൂർ തന്നെ ഒരു 10-25 സ്ഥലത്ത് ക്ലാസ്സുണ്ട്. പക്ഷെ ഇത് എത്ര വർഷം മുമ്പാണ്? ഏകദേശം 38 വർഷം മുമ്പാണ്. അവിടെ ഇതിനെക്കുറിച്ച് ഒന്നുമില്ല. അപ്പോൾ ആദ്യം ഞങ്ങളുടെ സഹോദരന്മാർക്ക് വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു അവർ. അപ്പോൾ ഈ സഹോദരന്മാർ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഇത് കേട്ടു, പക്ഷേ ഒരു താല്പര്യം തോന്നിയില്ലായിരുന്നു. പക്ഷെ പിന്നെ അടുത്തത് ഞങ്ങളെ പിടിച്ചിരുത്തി, അതായത് ഞങ്ങൾ സഹോദരിമാർ, പിന്നെ അപ്പുറത്തുള്ള കുറേ എൻ്റെ പ്രായത്തിലുള്ള കുറച്ച് കുമാരിമാർ ആണ് ക്ലാസ് കേട്ടത്. അമ്മമാരും ഉണ്ടാവും. പക്ഷെ ക്ലാസ് കേൾക്കുന്ന അത് ഞങ്ങളെ ആ ക്ലാസ്സിലിരുന്ന് ആദ്യത്തെ ദിവസം തന്നെ ആത്മജ്ഞാനമാണ് പറഞ്ഞു തന്നത്. പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്കായി. എനിക്കിവിടെ ആ ഒരു അനുഭവം, പെട്ടെന്ന് ആ ഒരു ആത്മീയതയുടെ അനുഭവം ഉണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായി ഇത് അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈശ്വരൻ്റെ പരിചയമാണ്, പരമാത്മ. പക്ഷെ പെട്ടെന്ന് ഈശ്വരനായിട്ട് ഞാൻ കണക്റ്റഡായി. ഇത് പഴയ സംസ്കാരമായിരിക്കാം, അല്ലാതെ ഞാൻ ഒരു കാരണവശാലും ആ ദിവസം വരെയും ഒരു മെഡിറ്റേഷൻ ഇരുന്ന് ചെയ്യേ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകാൻ നമ്മളൊക്കെ പഠിക്കില്ലായിരുന്നു. അപ്പം ക്ഷേത്രത്തിലും പോയിട്ടില്ല അധികം. ഇടയ്ക്ക് വല്ലപ്പോഴും പോയിട്ടുണ്ടാവും, ഉത്സവങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടാവും, പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പോയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ഞാൻ ഉള്ളു തുറന്ന് ഭക്തി ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല, സാധനയേ ഇല്ല. പക്ഷേ ഈ 7 ദിവസത്തെ കോഴ്സ് പിന്നീട് താല്പര്യത്തോടു കൂടി കേട്ടപ്പോഴത്തേക്കും ജീവിതം മാറി. 7 ദിവസം കൊണ്ട് പെട്ടെന്ന് ആത്മീയവാദിയായിട്ട് മാറി. ഈ ഒരു വലിയ അത്ഭുതമാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ചെറുപ്പം അല്ലേ, അപ്പം ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയായിരിക്കാം. ഇതിനു മുമ്പേ ഞാൻ മെഡിറ്റേഷൻ എനിക്ക് ഒരു പ്രയാസവും ഇല്ലായിരുന്നു. ഇങ്ങനെ മെഡിറ്റേഷൻ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, പെട്ടെന്ന് ആ കണക്ഷൻ കിട്ടുകയും
ഈശ്വരൻ്റെ അനുഭവം ഉണ്ടാവുകയും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം, സ്വഭാവത്തിലും മാറ്റം വന്നു, ജീവിതശൈലിയിലും വെജിറ്റേറിയനായി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആഹാര ശുദ്ധിയിലൊക്കെ. കാരണം ആഹാരം നിവേദിച്ച് ഈശ്വരന് പൂജിച്ച് കൊടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇതൊന്നും നമ്മൾ ചെയ്യാത്തതാണ്. ഒരു ചിട്ടയില്ലായിരുന്നു, ഒരു വ്രതവും ഇല്ല, ഒരു അനുഷ്ഠാനമില്ല, ഒന്നുമില്ലാത്ത ജീവിതമായിരുന്നു. പക്ഷേ 7 ദിവസം കൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. എനിക്ക് എന്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവണില്ല. പിന്നെ 1 മുതൽ 3 മണിക്ക് എഴുന്നേറ്റ് ധ്യാനിക്കും. ഏത് വീട്ടിൽ ആര് ചെയ്യാൻ ഇങ്ങനെയൊക്കെ? ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ ചെയ്യും? ഒരു പെൺകുട്ടി ഇന്നത്തെ ലോകത്തിൽ ഇപ്പം നമ്മൾ ഈ മെഡിറ്റേഷൻ സെൻറ്റർ നടത്തുന്നു, എത്ര പെൺകുട്ടികൾ സെൻറ്ററിൽ വരുന്നുണ്ട്. അങ്ങനെ കുമാരിമാരോ കുമാരന്മാരോ ചെറുപ്പക്കാർ വരികയില്ല. പക്ഷേ ഇതവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കുമാരിമാർ ചെറുപ്പക്കാരായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഞങ്ങളെല്ലാവരും മെഡിറ്റേഷൻ റൂം ഉണ്ടാക്കി. എന്നിട്ട് എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റിട്ട് ധ്യാനിക്കുമായിരുന്നു. അങ്ങനെ തുടങ്ങി ആത്മീയ ജീവിതം. പിന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത ആ സഹോദരൻ തന്നെ ഈ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അഡ്വാൻസ് ക്ലാസ്സുകൾ ഇങ്ങനെ പറഞ്ഞു തരും, നമുക്ക് വന്ന് പറഞ്ഞു തരും. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പിന്നീട് പറഞ്ഞത് ഈശ്വരൻ എന്നെ അന്വേഷിച്ച് വരികയാണ് ചെയ്തത്. ഞാൻ ഒരിക്കലും ഈശ്വരൻ്റെ പുറകെ പോയില്ല. പിന്നീടാണ് ഇങ്ങനെ പല പല തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് കുറേ അറിയുന്നത് എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയ്ക്ക്. പക്ഷെ അന്നത്തെ ആ ചെറിയൊരു പ്രായത്തിൽ ഇതൊന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈശ്വരനായിട്ട് എനിക്ക് കണക്ഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ ഈ കണക്ഷൻ ഇതൊരു വളരെ വലിയൊരു പോയിൻ്റാണ്. ഈ ആത്മസ്ഥിതി വരിക, അല്ലെങ്കിൽ ആത്മബോധം വരിക, അല്ലെങ്കിൽ ആത്മാനുഭൂതി വരിക എന്ന് പറയുന്നതൊക്കെ ശരീരമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴാണ് 1 വർഷം തികയുന്നതിന് മുമ്പേ മൗണ്ട് അബുവിൽ പോയി. പിന്നെ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട സെൻറ്റർ, ആ സെൻറ്ററിൽ പോയി. ഇതിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എൻ്റെ കർമ്മം ഇതാണെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് വളരെ വലിയൊരു സേവനമാണല്ലോ ഇത്. അന്ന് വരെ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സന്യാസിമാരൊന്നും ഒരു സേവനം ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ യോഗികളൊന്നും ഒരു സേവനം. മറ്റൊരു സേവനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നേഴ്സൊക്കെ ആയിട്ട് രോഗികളെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ അനാഥരെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ ഡോക്ടറായിട്ട് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അങ്ങനെ അന്നദാനം കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊക്കെയാണ് സേവനം എന്നാണ് അന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതും ഒരു സേവനമാണ്. എന്താണ്? അറിവില്ലാത്തൊരാൾക്ക് അറിവ് കൊടുക്കുക, ആത്മനേത്രം, ആത്മജ്ഞാനം ഇല്ലാത്തവർക്ക് ആത്മജ്ഞാനം, ആത്മവിശ്വാസം ഇല്ലാത്തവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക, ധൈര്യമില്ലാത്തവർക്ക് ധൈര്യം കൊടുക്കുക. ജീവിതത്തിന് ഇങ്ങനെ ഒരു സൈഡുണ്ട്. ജീവിതമാകുന്ന നാണയത്തിന് ഒന്ന് ഭൗതികത, പിന്നൊന്ന് ആത്മീയത. അപ്പോൾ ഇത് രണ്ടുമുണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സിനെ എങ്ങനെ ശക്തമാക്കാം, മെഡിറ്റേഷൻ എല്ലാവർക്കും ചെയ്യാം എന്നൊക്കെ മനസ്സിലായി. ഈ മെഡിറ്റേഷൻ പഠിപ്പിക്കുക. അപ്പോൾ ഈ മെഡിറ്റേഷൻ പഠിക്കുന്നതിലൂടെയും പഠിപ്പിക്കുന്നതിലൂടെയും ഒരുപാട് ആളുകൾക്ക് വ്യത്യാസം വരും ജീവിതത്തിൽ. കാരണം ഇന്നത്തെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ നമ്മുടെ കുടുംബാന്തരീക്ഷമൊക്കെ കണ്ടതല്ല, ആർക്കും ഒരു കൺട്രോളില്ല. എല്ലാവരും ഒന്ന് ഭയങ്കരമായിട്ട് ദുഃഖിക്കും, ഭയങ്കരമായിട്ട് വിഷമിക്കും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ടെൻഷനാവും. പക്ഷേ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാം. കാരണം എന്താ, എനിക്കങ്ങനെ അങ്ങനെ. അപ്പം അതുകൊണ്ട് ചെറുപ്പത്തിലെ തൊട്ട് എനിക്ക് ദുഃഖിച്ചുകൊണ്ട് നടക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഞാൻ വളരെ ജോളിയാണ്, ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ജീവിതം. ഇന്നും ആൾക്കാർ എന്നെ കാണുമ്പോൾ പറയും എന്തൊരു സന്തോഷമാണ് സിസ്റ്റർ എന്ന് പറയും. കാരണം ജീവിതാന്തരീക്ഷം നമ്മുടെ വീട്ടിൽ എല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾ ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ ആത്മീയമായ ഇതിലേക്ക് വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേമ നൈരാശ്യമുണ്ടോ? അതുപോലെ ചോദിക്കും. ഇതെന്താണെന്ന് നോക്കിയിട്ട് വേണ്ട, അറിഞ്ഞിട്ട് പോലുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളുടെ പുറകെ പോകാൻ സമയം ഉണ്ടായിട്ടില്ല. കാരണം പഠിക്കുന്ന കാലമായിരുന്നു. അല്ല, ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. പഠിക്കുന്ന കാലത്ത് തന്നെ എല്ലാവരും ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സ്വഭാവമാണ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും. പക്ഷേ അന്നത്തെ കാലഘട്ടം അങ്ങനെയല്ലായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ സ്കൂൾ വിട്ട കോളേജ്, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വിട്ട വീട്, അങ്ങനെയല്ലേ. പക്ഷേ ഇങ്ങനൊന്നും തന്നെ ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഈ സേവ ചെയ്യണം, ഇതൊരു സേവാ പ്രസ്ഥാനമാണ്. അതായത് ഞാനൊരു സ്ഥലത്തേക്ക് വരണം എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ അവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കർമ്മം വേണം. അപ്പോൾ ഞാൻ മെഡിറ്റേഷൻ പഠിപ്പിക്കണം എന്നൊന്നും ആദ്യം എനിക്ക് തോന്നിയില്ല. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണമെന്നേ തോന്നിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്ന് എൻ്റെ വീട് വിട്ടിട്ട് എനിക്ക് ഈ ആത്മീയ ആശ്രമത്തിൽ വരാം. എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ആദ്യം മൗണ്ട് അബു പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്രയും വലിയൊരു സെറ്റപ്പാണെന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ സെൻറ്ററുകളിലൊക്കെ പോയപ്പോൾ കാര്യങ്ങൾ കുറേ മനസ്സിലായി. അങ്ങനെ ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെയാണ്, ഇതിലേക്ക് വരണം. ഞാൻ ഇങ്ങനെ ഒരാളായിട്ട്, ഈ കുടുംബത്തിലെ ആളല്ലാണ്ട് ഇതൊരു ഈശ്വരീയ കുടുംബമാണ്, ഇതൊരു ഈശ്വരീയമായ ജീവിതശൈലിയിലുള്ള കുടുംബമാണ്. ഇവിടെയെല്ലാം നമ്മൾ സഹോദരങ്ങൾ തന്നെയാണ്, ഇങ്ങനെ ജീവിക്കണം. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് വിഷമം വരും, എതിർപ്പ് വരും. പക്ഷേ
അവരെതിർത്തില്ല, എതിർത്തു. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എതിർത്തിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ എനിക്ക് പെർമിഷൻ തന്നില്ലെങ്കിൽ നിങ്ങളോട് പെർമിഷൻ വാങ്ങാതെ ഞാൻ പോകും. പെർമിഷൻ തന്ന് അത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോകും, പെർമിഷൻ തരുന്നില്ലെന്നല്ല. പക്ഷെ അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, ഇത് എന്തോ ഒരു വലിയ ആത്മാവാണല്ലോ, ഒരു വലിയ സോളാണല്ലോ, അല്ലെങ്കിൽ ഒരു യോഗി സോളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ തടസ്സം നിന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് വന്നു എന്നുള്ളതാണ്. അതൊരു 35 വർഷം മുമ്പാണ് ഞാൻ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നത്. അങ്ങനെ ആദ്യം വന്നത് ചെന്നൈയിലാണ് പോയത്. ചെന്നൈയിൽ നിന്നും പിന്നെ കേരളത്തിൽ വന്നു. കേരളത്തിൽ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ഇങ്ങനെ. എൻ്റെ തമിഴ്നാട്ടിൽ പല സ്ഥലത്തും പോയിരുന്നിട്ടുണ്ട്. പക്ഷെ കേരളമാണ് എനിക്ക് ഭാഷ എൻ്റെ ഭാഷ മലയാളമല്ലേ. അപ്പം എനിക്ക് അപ്പോഴേ ഈ ജ്ഞാനം കിട്ടിയപ്പോഴേ എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് കേരളമാണ് എൻ്റെ സ്ഥലം. തിരുവനന്തപുരമാണെന്നൊന്നും എനിക്ക് അങ്ങനെയില്ല. എനിക്കിപ്പോൾ കേരളത്തിലൊന്നോ ലോകത്തിലോ എവിടെ പോയാലും എനിക്ക് ജ്ഞാനം പ്രചരിപ്പിക്കാം. പക്ഷേ എൻ്റെ ആഗ്രഹം മുഴുവൻ എന്തോ കേരളമായിരുന്നു. കാരണം എൻ്റെ ഭാഷ മലയാളമാണ്. അപ്പോൾ കേരളത്തിൽ ആരും പറയാനില്ലല്ലോ, ഈ ജ്ഞാനം പ്രചരിപ്പിക്കാനില്ല. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പം ഒരു പക്ഷേ അധികം ആൾക്കാരില്ലായിരുന്നു, കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് 25 വർഷമായി. ഇതാണ് എൻ്റെ കർമ്മക്ഷേത്രം, സേവാക്ഷേത്രം എന്ന് പറയാം. അങ്ങനെ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര നാൾ കഴിഞ്ഞാലും ഈ മെഡിറ്റേഷൻ ചെയ്ത് കൊതി തീരില്ല എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ജ്ഞാനം നേടി കൊതി തീരില്ല എത്ര ചെയ്താലും. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും നമ്മൾ യോഗികൾ വെറുതെ ഇരിക്കുന്നവരല്ല, ആക്റ്റീവാണ്, സേവനമാണ്. ഒരുപാട് ആളുകളിലേക്ക് ഇതെത്തിക്കുക, അവരുടെ മനസ്സിന് ശാന്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സിസ്റ്റർജി, നമ്മൾ ബ്രഹ്മകുമാരീസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ശാന്തമായിട്ടുള്ളൊരു ഭാവവും എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റർമാരെയാണ്. ആ ഒരു ശാന്തതയും ആ ഒരു പുഞ്ചിരിയും നമുക്കൊരിക്കലും ഈ അഭിനയിക്കാൻ സാധിക്കുന്നതല്ല. അത് സ്വാഭാവികമായിട്ടും ഉള്ളിൽ നിന്നും വരുന്നതാണ്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് പറയാമോ? അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നാച്ചുറലായിട്ട് ജീവിക്കണം. പിന്നെ ഈ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് സീരിയസ്നെസ് ഒക്കെ കാണിക്കാം അല്ലേ എപ്പോഴും. പക്ഷേ സീരിയസ്നെസ് കാണിക്കാൻ ഇത് അങ്ങനെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും അല്ലല്ലോ, ഓഫീസൊന്നും അല്ലല്ലോ. ഇത് നമ്മുടെ വീടാണ്. പ്രത്യേകിച്ച് നമ്മൾക്കൊരു കുടുംബാന്തരീക്ഷം, ഈശ്വരീയമായ കുടുംബാന്തരീക്ഷം ഇവിടെ. ഇപ്പം നമ്മൾ പുറത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ട് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. വിദ്യാലയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പം പല തരത്തിൽ ടീച്ചർമാരെ അവിടെ കാണാം. ചില ടീച്ചർമാർ ഒഫീഷ്യലായിരിക്കും, പക്ഷേ മിക്കവാറും കുട്ടികൾക്ക് ഇഷ്ടമുള്ള ടീച്ചർമാർ ആരായിരിക്കും? നല്ല സ്നേഹമായിട്ട് അവരോട് ഇടപഴകുന്ന ടീച്ചർമാരായിരിക്കും ഇഷ്ടം അല്ലേ. അപ്പം ഇവിടെയും സാധാരണ ഒരു സഹോദരി, അല്ലാതെ നമ്മളൊരു ഗുരുസ്ഥാനത്തെന്ന് പറയുന്നില്ല. അതൊരു വലിയ പോയിന്റാണ്. നമ്മൾ ആരും ഇവിടെ ഗുരുക്കന്മാരല്ല. ഗുരു എന്ന് പറയുന്നത് ഈശ്വരൻ മാത്രമാണെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. നമ്മളെല്ലാവരും ഇതിൻ്റെ ട്രെയിനേഴ്സാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സാണ്, അല്ലെങ്കിൽ സഹോദരിമാരാണ്, അല്ലെങ്കിൽ സഹോദരന്മാരാണ്. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ ആര് വന്നാലും അവർക്ക് തോന്നണം ഇത് അവരുടെ സ്വന്തം വീടാണ് എന്ന് തോന്നണം.
അപ്പോൾ ആ സ്വന്തം വീട്ടിൽ വരുമ്പോൾ അവർക്ക് എന്ത് കിട്ടണം അല്ലേ? ഇപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് സ്വന്തം വീട്ടിൽ ആരും കാണൂല. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം തരുമോ എന്ന് ചോദിക്കുന്നവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ ആളില്ല. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുന്നുണ്ട്, അതുപോലെ അവർക്ക് ബഹുമാനം കിട്ടുന്നുണ്ട്, സ്നേഹം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ വരുമ്പം അല്ലേ. അപ്പോൾ ഇനി അടുത്തത് നമുക്കിവിടെ ഫ്രീഡം ഉണ്ട്. നമ്മളാരും കൺട്രോൾ ചെയ്യാനില്ല, നിയന്ത്രിക്കാനില്ല. പിന്നെ നമ്മളുടെ മെഡിറ്റേഷൻ്റെ ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ് നമ്മൾ ഈശ്വരൻ്റെ സ്നേഹം നിറഞ്ഞ ഈശ്വരൻ്റെ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈശ്വരൻ സ്നേഹസാഗരമാണ്, പരമാത്മാവ് സ്നേഹത്തിൻ്റെ മഹാസാഗരമാണ്. അപ്പോൾ എന്നും ഞാൻ ഇപ്പോൾ ഗംഗയിൽ പോയി മുങ്ങുന്നു എന്ന് പറഞ്ഞ മതി, സ്നേഹസാഗരത്തിൽ മുങ്ങിയിരിക്കുന്ന എന്നുവെച്ചാൽ അത്രയ്ക്ക് പരിധിയില്ലാത്ത സ്നേഹമാണ് ഈശ്വരനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ ഒരു പാലന മെഡിറ്റേഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് പ്രത്യേകിച്ച് എനിക്ക് അതാണ് അനുഭവം. ഭയങ്കരമായിട്ടുള്ളൊരു ആകർഷണീയമായൊരു സ്നേഹത്തിൻ്റെ അനുഭവമാണ്. നമുക്ക് നന്നായിട്ടറിയാം അതൊരു വ്യക്തിയുടെ സ്നേഹമല്ല, അത് ഭഗവാന്റെ സ്നേഹമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അങ്ങ് സ്നേഹത്തിൻ്റെ ഒരു വലിവ് എന്ന് പറയും, അതൊരു ആകർഷണമായിരുന്നു. സ്നേഹം എന്നുള്ളൊരു ശബ്ദം കാണുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇതിലൊക്കെ അപ്പോഴത്തേക്കും എനിക്ക് ഈശ്വര സ്നേഹത്തിൻ്റെ അനുഭവം അളവറ്റതുണ്ടാകുമായിരുന്നു. അപ്പം അതെല്ലാവർക്കും ഉണ്ടാവും. മെഡിറ്റേഷൻ്റെ ആളുകൾക്കത് എന്നുവെച്ചാൽ ഇപ്പോൾ സന്യാസം എന്ന് പറയുമ്പം അതിനെ ഒരുപാട് ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുകൊണ്ടാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ഈശ്വര ഒരു സ്നേഹം ഇല്ലാത്ത അവസ്ഥ, ഒരു മനസ്സ് ഡ്രൈ ആയിട്ടുള്ള അവസ്ഥ, ഒരു വരണ്ട അവസ്ഥ, അതുപോലെ സന്തോഷിക്കാനൊന്നും പാടില്ല. പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിൽ നമ്മുടെ അമ്മ അച്ഛനൊക്കെ ഉറക്കച്ചിരിക്കാൻ പാടില്ല, അങ്ങനെ പെൺകുട്ടികൾ ഉറക്കച്ചിരിക്കാൻ പാടില്ല. അത് നമുക്ക് നമ്മുടെ വീട്ടിലല്ലേ സന്തോഷമായിട്ട് ചിരിക്കാനും സന്തോഷമായിട്ട് പെരുമാറാനും സ്നേഹത്തോടെ അതൊക്കെ നമുക്ക് വീട്ടിലല്ലേ പറ്റൂ. അതേപോലെ ഒരു വീടാണിത്. അപ്പം നമുക്ക് ഉറക്കച്ചിരിക്കുക എന്നുള്ളതല്ല പോയിന്റ്, നമ്മുടെ ആന്തരികമായ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം. അപ്പം അതിനെ പറയാം ആനന്ദമയമായ അവസ്ഥ. അത് നമുക്ക് മെഡിറ്റേഷനിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യവും നമ്മൾ ഈശ്വരനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഇതിന് ചിന്തിക്കണം, എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. പരമാത്മാവിൽ ഇതെൻ്റെ കാര്യമല്ല, ഇപ്പം ഞാൻ എന്ത് ചെയ്താലും ഇതെൻ്റെ കാര്യമല്ല, ഇത് ഈശ്വരൻ്റെ കാര്യമാണ്. ഇതെൻ്റെ വീടല്ല, ഇതെൻ്റെ പ്രസ്ഥാനമല്ല. ഞാനിന്നൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഞാനല്ല, ഇപ്പോൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഞാനല്ല, ഇതെല്ലാം ഈശ്വരനാണ് ചെയ്യിക്കുന്നത്. അപ്പം ഞാൻ നിശ്ചിന്തമാണ്. ഇവിടെ നമുക്കൊരു ശബ്ദമുണ്ട്, കരൻ കരാവൻ ഹാർ എന്നുള്ളൊരു ശബ്ദമുണ്ട്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും അങ്ങാണ്, ഞാനല്ല. അപ്പം ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രം എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ കയ്യിലൊരു ചരട് പാവയാണ്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ സ്വഭാവം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. പക്ഷേ ഈശ്വരൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നു എന്ന് പറയുമ്പം അവിടെ പ്രവർത്തിക്കുന്നത് പരമാത്മ ശക്തിയായിരിക്കും. ഇത് ആളുകൾക്ക് ആ ടെക്നിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇത് നമ്മൾ ചെയ്ത് ശീലിക്കുമ്പം നമ്മളെപ്പോഴും വളരെ ഫ്രീ ആയിരിക്കും. അപ്പോൾ സ്നേഹത്തിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും കെട്ടപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഭാവ സംസ്കാരത്തിന് അടിമയോ ആണെങ്കിൽ നമുക്കിത് അനുഭവിക്കാൻ പറ്റില്ല. നമ്മളെപ്പോൾ ഈസി ഗോയിങ് ആയിരിക്കണം, ഫ്രീനെസ് വേണം. എങ്കിൽ പെട്ടെന്ന് ആ സ്നേഹത്തിൻ്റെ അനുഭവം നമുക്ക് അനുഭവിക്കാനും മറ്റുള്ളവർക്ക് പങ്കിടാനും പറ്റും. സമർപ്പണം, ഡെഡിക്കേഷനാണ് അവിടെ വലുത്, ഈശ്വരാർപ്പണം. ഈ നമ്മുടെ ബ്രഹ്മകുമാരീസിന്റെ ഈ മന്ത്രം തന്നെ ഓം ശാന്തി എന്നാണല്ലോ. അപ്പം അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഓം ശാന്തി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ലോകം അറിയപ്പെടുന്നത് ഓം ശാന്തിക്കാരനാണ് നമ്മളെ. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇപ്പം എന്തെങ്കിലും ഒന്ന് വിഷ് ചെയ്യാൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓം ശാന്തി എന്നാണ് അങ്ങോട്ടും പറയുന്നത്. പക്ഷേ ഈ ഓം ശാന്തി നമ്മൾ വെറുതെ പറയാൻ പാടില്ല. ഇത് ഓം ശാന്തി എന്ന് വെച്ച അർത്ഥം ഓം എന്ന വാക്കിൻ്റെ വളരെ വലിയ ഒരു അർത്ഥം, പല അർത്ഥം പറയുന്നുണ്ട്. ഓം എന്ന് വെച്ചാൽ ഞാൻ എന്നാണ് അർത്ഥം, ഞാൻ. കാരണം ഇവിടെ ഞാൻ പ്രധാനമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഹീറോ ഞാൻ തന്നെയാണ്. അപ്പം ആ ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്. ആത്മാവിൻ്റെ സ്വഭാവം ശാന്തിയാണ്, അതാണ് എൻ്റെ അർത്ഥം. അപ്പം ഞാൻ ഈ ഓം ശാന്തി പറയുമ്പോഴോ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ഉടനെ ആ ശാന്തി അനുഭവിക്കണം. വെറുതെ ശാന്തി കിട്ടില്ല. ശാന്തി ഞാനൊന്ന് ഫീൽ ചെയ്യണം. ശാന്തിയുടെ അനുഭവം എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. അത് ഞാൻ വിചാരിച്ചാലേ ഉണ്ടാവും. എനിക്ക് ശാന്തത വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചാലേ എനിക്ക് ശാന്തി കിട്ടും, അല്ലാതെ കിട്ടില്ല. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ഒരാൾക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? അവരാ ശാന്തി അനുഭവിക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്. പെട്ടെന്ന് ആ മനസ്സ് ഡിസ്റ്റർബ് ആവുന്നതുകൊണ്ടാണ്. മെൻ്റലി ഡിസ്റ്റർബ് ആകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ ദിവസേന ഞാനൊരു പീസ്ഫുള്ളായ ആത്മാവാണ്,
ആത്മാവാണെന്ന് ഇത് അഭ്യസിച്ചുകൊണ്ടിരിക്കണം. പല പ്രാവശ്യം നമ്മൾ 108 പ്രാവശ്യം അഭ്യസിക്കാനാണ് എന്നുവെച്ചാൽ ഉള്ളിൽ, എങ്കിലേ ശാന്തി വരൂ. ഇപ്പോൾ ഏത് സംസ്കാരവും എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശാന്തി എന്നുള്ളത് ആണ് നമ്മളുടെ വളരെ വലിയൊരു സംസ്കാരം. ശാന്തതയാണ് ആത്മീയത. ആത്മീയത ശാന്തത എന്ന് വെച്ചാൽ എന്താണ്? സൈലൻസിൻ്റെ പവറാണ്, നിശബ്ദതയുടെ ശക്തിയും കൂടിയാണ്, ഏകാന്തതയുടെ ശക്തിയാണ്, അത് ആന്തരികമായിട്ടുള്ള ഒരു ആത്മപരിശോധനയുടെ ശക്തിയാണ്. അപ്പോൾ ശാന്തത എന്ന് പറയുന്നത് മെഡിറ്റേഷൻ്റെ പവറുമാണ്. അതുകൊണ്ട് ശാന്തത ഏതൊരു മനുഷ്യനും ആവശ്യമാണ്. അപ്പോൾ ഓം ശാന്തി എന്ന് പറയുമ്പോഴെങ്കിലും എല്ലാവരും അത് കേൾക്കുമല്ലോ, മനസ്സിലാക്കുമല്ലോ. പക്ഷെ നമ്മളുടെ അർത്ഥം ഇതാണ്, നമ്മൾ ആ ശാന്തി ആ സമയത്ത് ഡീപ്പായിട്ടുള്ള ഒരു സൈലൻസിലേക്ക് പോകണം, ശാന്തി അനുഭവിക്കണം എന്നുള്ളതാണ്. നമ്മൾ ജീവിത വിജയത്തിന് ക്ഷമ ഒരു അത്യന്താപേക്ഷികമാണല്ലോ. എന്നാൽ പലപ്പോഴും ഈ ക്ഷമയെ പലരും ഒരാളുടെ ദൗർബല്യമായിട്ടും കാണാറുണ്ട്. ശരിക്കും ഒരു സാധകൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ക്ഷമയെ അവൻ ഏത് രീതിയിലായിരിക്കും കാണുക, അല്ലെങ്കിൽ ക്ഷമ അത്യാവശ്യമാണോ ഒരു സാധകന്റെ ജീവിതത്തിൽ? ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷമയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ലോകത്തിലുള്ളവരെല്ലാം അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് അവരവരുടെ കർമ്മം ചെയ്യുന്നു, അവരവരുടേതായ രീതിയിൽ പെരുമാറുന്നു. അവരൊന്നും കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓരോരുത്തരും വ്യത്യസ്തരാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് എന്നെ നിന്ദിക്കുകയാണ്, എൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സ് ഇങ്ങനെ ആകെ കൂടി ഡിസ്റ്റർബ് ആകേണ്ട ഒരു കാര്യമില്ല. കാരണം അവരുടെ എന്തോ മാനസികാവസ്ഥ കാരണമാണ് അവർ പറയുന്നത്. അത് ഒരുപക്ഷെ അവരെ എന്നെയല്ല വേറെ ആരെ കിട്ടിയാലും അവർ പറയും ആ സമയത്ത്. അപ്പം അത് അവരുടെ മനസ്സിൻ്റെ അശാന്തമായ അവസ്ഥയാണ്. അത് ഞാൻ മനസ്സിലാക്കണം. അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. ഞാൻ ആ സമയത്ത് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം മിക്കവാറും ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ ഒന്ന് പറഞ്ഞാൽ 2 തിരിച്ച് പറയണം, ഒരു കല്ലെറിഞ്ഞാൽ 10 കല്ല് തിരിച്ചെറിയണം. എന്തായാലും പകരത്തിന് പകരം ചെയ്തേ പറ്റൂ. പ്രതികരിക്കാത്തതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളുടെ വിശ്വാസങ്ങളാണ്. പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ പിന്നെ അവർ നമ്മുടെ അടുത്ത് വരില്ല, അവർ വേറെ ആരുടെങ്കിലും അടുത്ത് പൊക്കോളും. അതിനവർ ഭീരു എന്ന് വിളിച്ചാലും ഒന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. ആത്മീയതയിൽ അങ്ങനെയുള്ളൊരു ഭീരുത്വം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നത് സഹിക്കുക 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 എന്നാണ്. നമ്മളുടെ ഫാദർ, അതായത് ഫൗണ്ടർ ഫാദർ പറയുന്നത്, നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് എത്ര പച്ചമുളക് തിന്നേണ്ടി വന്നാലും എരിയാൻ പാടില്ല. പിന്നെ ഒരലിൽ തല വെച്ച് കൊടുക്കും, അവരിടിക്കും, പക്ഷേ തല വേദനിക്കാൻ പാടില്ല. അങ്ങനെയാണ്. എത്ര വേണമെങ്കിലും അവർ ചീത്ത വിളിക്കും, പക്ഷെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരാൻ പാടില്ല. അതാണ് ഇന്നത്തെ ലോകത്തിലെ ജീവിതം. ആത്മീയ ജീവിതം അങ്ങനെയൊന്നുമല്ല, അത് വേറെ. പക്ഷേ എപ്പോഴും ഒരാൾ പെരുമാറുമ്പോൾ അതിന് പകരത്തിന് പകരം ചെയ്യണം എന്നുള്ള ആ ശീലം, അത് ഭയങ്കര കർമ്മ ഫിലോസഫിയാണ്. കാരണം ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയുക എന്ന് പറയുമ്പോൾ അവസാനം എന്തൊരു ദേഷ്യത്തിൽ അടിയിടി, ചിലപ്പം കയ്യിലെന്തെങ്കിലും ആയുധം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഒട്ടനെ അവിടെ ഹിംസ നടക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര മോശമായ അവസ്ഥയല്ലേ മനുഷ്യൻ്റെ? ഒന്ന് തോറ്റു കൊടുത്താൽ എന്താ? അപ്പോൾ നമ്മുടെ വീട്ടിലങ്ങനെ തന്നെ കുടുംബ കലഹങ്ങൾ ഒഴിവാക്കാൻ ആരെങ്കിലും ഒരാളും ഉണ്ടാതിരുന്നാലേ പറ്റൂ. അപ്പം അതാണ് ശരിക്കും ക്ഷമ. അതായത് കാര്യങ്ങളെ സഹിക്കാനുള്ള കഴിവ്. പക്ഷെ സഹിക്കുന്നത് എങ്ങനെയാണ്? മനസ്സിലാക്കാനുള്ള കഴിവ്. പവർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്.
ഒരു സാഹചര്യം മനസ്സിലാക്കുക, ഒരു വ്യക്തിയെ മനസ്സിലാക്കുക. ആ വ്യക്തി ആ സമയത്ത് ഔട്ട് ഓഫ് മൂഡിൽ വന്നിട്ട് അവരെന്ത് പറഞ്ഞാലും അത് അവരുടെ മൂഡാണ് പറയുന്നത്, അല്ലാതെ ആ വ്യക്തി വാസ്തവത്തിൽ നല്ലതാണ്. അപ്പോൾ ആരെങ്കിലും വന്ന് ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യവും ആ വ്യക്തി ചെയ്തു തരുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കാര്യം സഹിച്ചാൽ എന്ത്? 99% ചിലപ്പോൾ അവരായിരിക്കും എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ അവരൊരു ഇത്തിരി കാണിച്ചാൽ അതങ്ങ് സഹിച്ചേക്കണം. കണ്ടില്ല എന്ന് നടിച്ചേക്കണം. അത് നമ്മൾ പറയും, കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കണം, കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എങ്കിലേ ജീവിതത്തിൽ സന്തോഷമായിട്ട് പോകാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് ആരെന്ത് നമ്മളോട് കുറ്റം കാണിച്ചിട്ടുണ്ടെങ്കിലും, നമ്മളോട് പക കാണിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങളെല്ലാ ദിവസവും അവരോടങ്ങ് ക്ഷമിച്ചേക്കുക. അത് ക്ഷമയുടെ വേറൊരു വകഭേദമാണ്. നിങ്ങളങ്ങ് ക്ഷമിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷമിക്കാത്തവർക്ക് അവരുടെ ഹാർട്ട് ദുർബലമായിക്കൊണ്ടിരിക്കുന്നതാണ്. മിക്കവാറും ഹാർട്ട് അറ്റാക്ക് വരുന്നത് ക്ഷമിക്കാത്തവർക്കാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം ആരെങ്കിലുമൊക്കെ കാണും നമ്മുടെ കയ്യിൽ, നമുക്ക് ശരിക്കും ദേഷ്യം അങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കുകയായിരിക്കും. ഇവരെ കാണുമ്പോൾ ഞാൻ 2 പറയും, അല്ലെങ്കിൽ എനിക്ക് എന്തായാലും ഞാൻ അവരെ സഹായിക്കില്ല, എനിക്ക് എന്തായാലും അവർ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു ഭയങ്കര വാശിയൊക്കെ നമ്മുടെ ഉള്ളിൽ കാണും. അപ്പോൾ എല്ലാ ദിവസവും രാത്രി അതുപോലെ രാവിലെയും അവരോടങ്ങ് ക്ഷമിച്ചു, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്നോട് എന്ത് കാണിച്ചിരുന്നാലും ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണമെന്നാണ് പറയുന്നത്. പിന്നെ ചിലപ്പം നമ്മളും അങ്ങോട്ട് വല്ലതും കാണിച്ചിട്ടുണ്ടാവും, അവരടുത്ത് പറയണം, എനിക്ക് ക്ഷമ തരണം, ഉള്ളിൻ്റെ ഉള്ളിൽ പറയണം. അവരെ കാണുമ്പോഴും പറയാം ഇതൊക്കെ, സോറി പറയണം എല്ലാ ദിവസവും. പിന്നെ നമ്മൾ പറയുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, രാത്രി ഉറങ്ങാൻ നേരത്തെ എല്ലാവരോടും താങ്ക്സ് പറയണം. അതായത് എന്തെല്ലാം നമുക്കിപ്പോൾ കുടിക്കാൻ വെള്ളം ഒരാൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആഹാരം തന്നിട്ടുണ്ടാവും, ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാവും. പിന്നെ ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ അരി വന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്. ഇതെല്ലാം എൻ്റെ മുമ്പിൽ എത്തി കിട്ടണമെങ്കിൽ എത്ര പേരുടെ വർക്കാണ് എൻ്റെ പിന്നിലുള്ളത്. അവരോടെല്ലാം ഞാൻ താങ്ക്സ് പറയണം. ഇതെല്ലാം പറഞ്ഞിട്ടേ രാത്രി ഉറങ്ങാവും. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ക്ഷമിക്കുന്നത് ഇങ്ങനെ കൂടെ വിചാരിക്കാം. ഇതുവരെയുള്ള ഈ കലിയുഗം എന്ന് പറയുന്നത് ക്ഷമിക്കാത്തൊരു ലോകമാണ്. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു ലോകമാണ്. എനിക്കൊരു പുതിയ ലോകം ഇവിടെ സൃഷ്ടിക്കാം, ക്ഷമിക്കുന്നവരുടെ ഒരു ലോകം സൃഷ്ടിക്കാം, അങ്ങനെ ഒരു സമൂഹം എനിക്കുണ്ടാക്കാം. ഞാനിങ്ങനെ ക്ഷമിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ കണ്ടുകൊണ്ടൊരു 10 ആളെങ്കിലും ക്ഷമിക്കാൻ പഠിക്കുമല്ലോ. അപ്പം അടുത്ത തലമുറ എനിക്ക് അങ്ങനെ ആക്കാമല്ലോ എന്നിലൂടെ. എന്നെ കാണുന്നവർ കുറേ പേര് കാണും. അപ്പം അതുകൊണ്ട് എല്ലാവരും അങ്ങനെയില്ല, എല്ലാ ധർമ്മസ്ഥാപകന്മാരും സഹിച്ചവരും ക്ഷമിച്ചവരുമാണ്. ശ്രീ ബുദ്ധനൊക്കെ എത്ര കല്ലേറ് കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ്, എന്തുമാത്രം അല്ലേ. അപ്പം അവർക്കൊന്നും എന്നിട്ടോ ഇന്നിപ്പോൾ എത്ര പേര് ആരാധിക്കുന്നു, എത്ര വലിയ സമൂഹമായിട്ട് മാറി. അപ്പോൾ ഇന്ന് ഞാൻ ക്ഷമിച്ചാൽ നാളെ ഞാൻ വലിയ ആളാവും, അത് ഉറപ്പ് തന്നെയാണ്. ഒരു മഹാനതയാണ് ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത്, സഹിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഭാഗമാണ്. ഈ ക്ഷമിക്കാനോ സഹിക്കാനോ പറ്റാത്തവർക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആത്മീയമായിട്ട് അവർക്ക് ഒരിക്കലും മാനസികമായിട്ട് ഉയർച്ച ഉണ്ടാവില്ല, പവർ ഉണ്ടാവില്ല. സിസ്റ്റർജി, നമ്മൾ തുടക്കത്തിൽ ഈ രാജയോഗത്തിൻ്റെ ആ ഒരു പ്രാധാന്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ചിട്ട നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞു. കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ ആ രാജയോഗം അല്ലെങ്കിൽ ആ ഒരു യോഗാവസ്ഥയിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുകയുള്ളൂ, ഒരു മെഡിറ്റേഷനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഈ ഭക്ഷണം, ചിന്ത, സ്വഭാവം, ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഈ ഒരു മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങൾക്ക് എന്താണ് പ്രാധാന്യം വരുന്നത്? മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ, അഥവാ ധ്യാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ രാജയോഗം മനസ്സിലാക്കിക്കൊള്ളണം, ആഹാരശുദ്ധി വേണം.
ആഹാരശുദ്ധി എന്ന് പറയുമ്പം അതും മനസ്സിലാക്കാം, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണം. അപ്പം ഈ സസ്യക്കറികൾ കഴിക്കുമ്പോഴത്തെ വ്യത്യാസം വെച്ചാൽ അത് സാത്വികമാണ്. 3 തരത്തിലുള്ള ആഹാരമുണ്ട്: സാത്വികം, സതോ ഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ സതോ ഗുണി ആഹാരം തന്നെയാണ് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും നല്ലത്. മനുഷ്യൻ സാത്വിക ജീവിയാണ്, മനുഷ്യന് ബുദ്ധിയുണ്ട്, മനുഷ്യന് വേണമെങ്കിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം. അപ്പം ഈ ആഹാരം ഇപ്പം സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവമാണ് അവിടെ വലുത്. എന്നുവെച്ചാൽ മനസ്സിലെ ചിന്തകളാണ് വലുത്. എൻ്റെ ചിന്ത കൊണ്ട് ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഇന്ന് മുതൽ സാത്വിക ആഹാരമേ കഴിക്കുന്നുള്ളൂ. അപ്പം എനിക്ക് പക്ഷേ അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ മനസ്സിലായിട്ട് വേണം ഞാനത് തീരുമാനം എടുക്കുന്നത്. പിന്നീട് അത് തെറ്റിക്കാനൊന്നും പോയാൽ പിന്നെ കാര്യമില്ല. ഡിസിപ്ലിൻ മീൻസ് അത് ഡിസിപ്ലിൻ ആയിരിക്കണം, ചിട്ട വേണം. പക്ഷേ അവിടെ ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ട് എങ്കിലും ആഹാരത്തിനും പ്രാധാന്യമുണ്ട്. ഞാൻ കഴിക്കുന്ന ആഹാരം അന്നം ബ്രഹ്മം എന്നല്ലേ പറയാം. ഞാൻ കഴിക്കുന്ന ആഹാരത്തിനെ ആ ഭാവനയോടുകൂടി കഴിക്കണം. ആഹാരം ശുദ്ധമായിരിക്കണം. ഈ ആഹാരം എൻ്റെ ശരീരത്തിൽ ചെന്നിട്ട് അത് സ്ഥൂല രൂപത്തിൽ നോക്കുകയാണെങ്കിൽ, ബാഹ്യരൂപത്തിൽ നോക്കുകയാണെങ്കിൽ അത് ബ്ലഡായിട്ട് മാറും. പിന്നെ അത് ശരീരത്തിൻ്റെ ആരോഗ്യമായിട്ട് മാറും. അതാണ് അതിൻ്റെ സ്ഥൂല രൂപം. പക്ഷേ ഞാൻ കഴിക്കുന്ന ആഹാരം അത് ആരാണോ എനിക്ക് ഉണ്ടാക്കി തരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈശ്വരാർപ്പണം ചെയ്തിട്ട് കഴിച്ചിട്ടില്ല എങ്കിൽ ഈ ഉണ്ടാക്കുന്ന ആളിൻ്റെ സംസ്കാരം എനിക്ക് കിട്ടും. ഒരാൾ ആഹാരം ഉണ്ടാക്കുന്നു, ഒരാൾ വിളമ്പി കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ ഇവരെല്ലാം ഏത് ഭാവനയോടെയാണോ അത് ചെയ്തത് ആ സംസ്കാരം ഈ ആരാണോ കഴിക്കുന്നത് ആളിന് കിട്ടും. കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്, അതൊക്കെ ദഹിച്ച് അങ്ങനെ. അപ്പോൾ ആഹാരത്തിൻ്റെ സ്ഥൂലമായ വശം ആരോഗ്യം, തെറ്റായ ആഹാരം കഴിച്ചാൽ അനാരോഗ്യം. അപ്പം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നാച്ചുറോപ്പതി പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ആഹാരമാണ് നിങ്ങളുടെ ഔഷധം, അല്ലാതെ വേറൊരു മരുന്ന് കഴിക്കാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ വേണം നിങ്ങൾ ശരീരത്തിന് ആഹാരം കൊടുക്കേണ്ടത്. അത് അവർ ടൈം ഗ്യാപ്പ് പറയുന്നുണ്ട്. അപ്പം അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആഹാരം പ്രസാദ രൂപത്തിൽ കഴിക്കണം എന്നാണ്. മറ്റേത് ആഹാരം മെഡിസിൻ്റെ രൂപത്തിൽ കഴിക്കണം എന്ന് പറയുന്നു. പ്രസാദമാക്കി മാറ്റുമ്പോൾ അതിലൊരു ഈശ്വരീയ എനർജി. അപ്പം നമ്മൾ പറയുന്നത് വെള്ളം പോലും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം തരുന്നുണ്ട്. ആ വെള്ളം കുടിക്കുമ്പോൾ പോലും അതിൽ ഈശ്വരൻ്റെ ശക്തി നിറച്ചിട്ട് ആ ഒരു ആത്മീയവൽക്കരിക്കണം, അതിനെ ദിവ്യമാക്കണം. ആ ഒരു ദൈവികത നിറച്ചിട്ട് ആ വെള്ളം കുടിക്കാം. കാരണം ശരീരത്തിൽ 70% വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം പോയാലും ശരിയാവില്ല. പക്ഷെ വെള്ളത്തിൻ്റെ അംശം എൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ ദൈവികതയുടെ അംശം കൂടെ പോട്ടെ. അത് വളരെ ഡബിൾ കാര്യമാണത്. സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ശക്തി എനിക്ക് കിട്ടുകയാണ്. ഈ ടെക്നിക്കും കൂടെ മനുഷ്യൻ പഠിക്കേണ്ടതാണ്. പിന്നെ അടുത്തത് ആഹാരം ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ ആ ദൈവികതയുടെ അംശം കൂടെ എൻ്റെ ഉള്ളിലോട്ട് പോട്ടെ. നല്ലത് ശാന്തത പോട്ടെ. ഞാൻ ശാന്തമായിട്ട് ആഹാരം കഴിക്കുന്നു, അതിൽ ശാന്തിയുടെ ശക്തി നിറയ്ക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ശാന്തിയെ എൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ വേറെ ജ്ഞാനത്തിലൂടെയോ അറിവിലൂടെ മാത്രം എൻ്റെ മനസ്സിന്, മെഡിറ്റേഷനിലൂടെ മാത്രം എൻ്റെ മനസ്സിനെ അത് മാത്രമല്ല ശാന്തമാക്കാനുള്ള വിദ്യ, ആഹാരത്തിലൂടെ എൻ്റെ മനസ്സിനെ ശാന്തമാക്കാം. അപ്പം ഇങ്ങനെ ആഹാരം നമ്മുടെ ജീവിതത്തിലെ വളരെ വലിയൊരു ഘടകമാണ്. ഈ ആഹാരത്തിലൂടെ നമുക്ക് നിറയെ കാര്യങ്ങൾ അറിയാം. ചില ആൾക്കാർ പറയും കൈവിഷം കൊടുത്തു എന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ ചീത്ത ചിന്തകളിലൂടെ പൂജ നടത്തി ആഹാരം കൊടുത്ത് ആൾക്കാരെ തൻ്റേതാക്കുന്നു. അപ്പം അമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആശ്രമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രസാദം കഴിക്കുമ്പോൾ നമുക്ക് ഈശ്വരനോട് അടുപ്പം വരുന്നു, അല്ലേ? മറ്റത് ചീത്ത സ്വഭാവം വരുന്നു. അങ്ങനെ വരുന്നേ അഡിക്റ്റ് ആക്കുന്നവർ അടിമയാക്കുന്നു, ഇങ്ങനെയും സംഭവിക്കുന്നു. അപ്പം 2 നെഗറ്റീവ് എനർജിയുള്ള ആഹാരം, പോസിറ്റീവ് എനർജിയുള്ള ആഹാരം. അപ്പം നമുക്ക് എന്തുകൊണ്ട് ആഹാരം നമ്മളെല്ലാവരും കഴിക്കുന്നു, എന്തായാലും കഴിച്ചാലേ പറ്റുള്ളൂ. അപ്പം നമുക്കതിനെ പോസിറ്റീവ് എനർജി നിറച്ചിട്ട് കഴിച്ചുകൂടെ എന്നുള്ളതാണ്. ആഹാരത്തെ സ്പിരിച്വൽ എനർജി എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ആത്മീയ ശക്തി അല്ലെങ്കിൽ ഈശ്വരീയ ശക്തി അത് ആഹാരത്തിൽ നിറയ്ക്കാം, എന്നിട്ടേ ആഹാരം കഴിക്കാവൂ. അങ്ങനെ നമ്മൾ ആഹാരത്തിൽ വളരെയധികം ചിട്ട നല്ലത്. ആഹാരം വിശക്കുമ്പോൾ കഴിക്കുക, ആ കഴിക്കുന്നതിന് മുമ്പേ നമ്മൾ ഈശ്വരനെ ധ്യാനിച്ചിട്ട് കഴിക്കുക, പവർ അതിൽ നിറച്ചിട്ട് കഴിക്കുക. നമ്മൾ പറയുക അതിലങ്ങനെ ആ ഈശ്വരൻ്റെ പ്രകാശം നിറയുന്നതായിട്ട് സങ്കല്പിക്കണം, എന്നിട്ട് കഴിക്കണം. എങ്കിൽ നോക്കണം നമ്മുടെ സ്വഭാവം മാറും, സംസ്കാരം മാറും. പിന്നെ നമ്മുടെ ഭാരതീയ സംസ്കാരം, ഇത് ആദി സനാതന സംസ്കാരം, അതെല്ലാം പണ്ട് നമ്മൾ കേട്ടില്ലേ, ഋഷി മുനികളൊക്കെ പഴങ്ങളാണ് ഭക്ഷിച്ചിരുന്നത്. അപ്പോൾ ഒരു കഥ പറയുന്നുണ്ട്, ഒരു താപസൻ ഒരു കുടിലിൻ്റെ മുന്നിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രാജാവ് വേട്ടയാടി പെട്ടെന്ന് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ദാഹിച്ചിട്ട് വയ്യ, വെള്ളം അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭടനോട് പറയും, താങ്കൾ പോയി
എവിടെയെങ്കിലും വെള്ളം തപ്പിക്കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ എന്നിട്ട് രാജാവ് വെറുതെ ഇരുന്നില്ല. രാജാവ് അന്വേഷിച്ചപ്പോൾ ഒരു കുടിൽ അവിടെ താപസനിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു, താപസനിരുന്ന് ധ്യാനിക്കുകയാണ്. അപ്പോൾ താപസന്റെ ദിവസേനുള്ള ദിനചര്യയാണ് ഒരു കമണ്ടലും നിറച്ച് വെള്ളം വെച്ചിട്ട് നിറയെ പഴങ്ങളൊക്കെ പറിച്ചത് വെച്ചിട്ട് ധ്യാനിക്കും. കുറേ നേരം ധ്യാനിച്ചിട്ട് അപ്പോൾ ആ പവർ അത് ഈശ്വരന് സമർപ്പിക്കുകയാണ്. ആ പവർ അതിലുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണം. അപ്പം ഇദ്ദേഹം വന്ന് നോക്കുമ്പോഴത്തേക്കും എവിടെയും വെള്ളമില്ല. ആ കമണ്ടലൂലെ വെള്ളം എടുത്ത് കുടിക്കും നമ്മുടെ രാജാവ്. രാജാവിൻ്റെ മനസ്സങ്ങ് ശാന്തമായി എന്നാണ് പറയുന്നത്. ഒരു യോഗിയുടെ മനസ്സെങ്ങനെയാണോ അതുപോലെ ശാന്തമായി എന്നാ വെള്ളം കുടിച്ചപ്പോൾ. എന്നിട്ട് സംഭവിച്ചത് വേറെ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. വടം വെള്ളം കൊണ്ടുവരും. വടനാണെങ്കിൽ ചീത്ത വിളിച്ചോണ്ട് ഈ രാജാവ് എന്നെ നടത്തിച്ച്, അയ്യോ എനിക്ക് വയ്യ, വെയില്, അത് ഇത് എന്ന് രാജാവിനെ ഉള്ളിൽ പിറുപിറുത്തോണ്ടാണ് ഭാവം. ആ ഭാവനയിൽ വെള്ളം കൊണ്ടുവരും. ആ വെള്ളം കമണ്ടലൂല് ഒഴിച്ചു വെക്കും രാജാവ്. ഉടനെ തന്നെ സന്യാസി താപസൻ ധ്യാനത്തിൽ നിന്നുള്ളവർ ആ വെള്ളം എടുത്ത് കുടിക്കും. താമസം നോക്കുമ്പോൾ മനസ്സാകെ എന്തോരു പോലെ കലങ്ങി മറിഞ്ഞ വെള്ളം പോലെയായി. അതെന്താ അങ്ങനെ സംഭവിച്ചു നിൽക്കുന്നത്? വടന അപ്പം കൊണ്ടൊഴിച്ചു വെച്ച വെള്ളം. വടന്റെ മനസ്സിന്റെ ആ ഭാവന, കഥകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ ആഹാരത്തിനെ പറ്റി പറയുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിലും ഭാവനയും കൂടെ വേണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കണം, സംഭവങ്ങൾക്ക്, സാധനങ്ങൾക്ക്. പക്ഷെ അതിലെല്ലാം ഈ ഭാവന മിക്സ് ചെയ്യണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഭാവന ഏറ്റവും ഈശ്വരീയമായിരിക്കണം, ആത്മീയമായിരിക്കണം. അങ്ങനെ ഭാവന, ഇപ്പം ഞാൻ ഒരാളെ നോക്കുമ്പോൾ തന്നെ ഇവരെത്ര നല്ല ആളാണ് എന്നെനിക്ക് ചിന്തിക്കാമല്ലോ, അല്ലേ? ഇപ്പൊ ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇനി ഇവരെന്തിനാണെന്തോ കയറി വന്നത് എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഇവർ വന്നത് നന്നായി, എൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നതാണ്, അല്ലേ? ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ ഓരോ കാര്യത്തെയും ഞാൻ എടുക്കുന്ന ഭാവന. അപ്പോൾ ആഹാരം എൻ്റെ ജീവിതത്തിലെ വളരെ ആഹാരം, പാർപ്പിടം, വസ്ത്രം എന്നല്ലേ പറയാ. ആഹാരത്തിനാണ് പ്രാധാന്യം അവിടെ, വസ്ത്രത്തിനേക്കാളും പാർപ്പിടത്തിനേക്കാളും. അപ്പോൾ ആഹാരം എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് മനസ്സിലാക്കി ആ ആഹാരം വളരെ ഭാവനയോടെ സ്വീകരിക്കാം. മിക്കവാറും ആൾക്കാർ ആർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. പെട്ടെന്ന് വെള്ളം കിട്ടുമ്പോൾ വെള്ളം അങ്ങ് കുടുകുടാന്ന് കുടിക്കും. യഥാർത്ഥത്തിൽ ആഹാരവും സന്തോഷമായിട്ട് കഴിക്കാമല്ലോ. വളരെ എനിക്ക് കിട്ടിയ ഈശ്വര നന്ദി, എനിക്കിങ്ങനെ സമയത്തിന് ആഹാരം കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ ഒരു നന്ദി പറഞ്ഞിട്ട് ആഹാരം സ്വീകരിക്കാം, വെള്ളവും അങ്ങനെ സ്വീകരിക്കാം. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു ഭാവന നിറയ്ക്കണം ജീവിതത്തിൽ. ഇന്നത്തെ ആളുകളുടെ ദുഃഖത്തിന് മുഴുവൻ കാരണം അതാണ്. ആ പോസിറ്റീവായ ഭാവനയില്ല, ശുദ്ധമായ ഭാവനയില്ല. എനിക്ക് ആളുകൾ ഇത്രയും ചെയ്തു തന്നു എന്നുള്ളത്. ഇനി വേറൊരു പ്രാക്ടിക്കൽ കുടുംബത്തിൽ നടക്കുന്നത്, ആഹാരം എന്ത് കഷ്ടപ്പെട്ടായിരിക്കും വീട്ടിലുള്ളവർ ഉണ്ടാക്കുന്നത്. ഇത് കഴിച്ചിട്ട് പറയില്ല ഉപ്പ് കൂടുതൽ, എരിവ് കൂടുതൽ, എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ എന്നൊക്കെ അങ്ങ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അവർക്ക് കേൾക്കുമ്പോൾ അവരെന്ത് പറയും, നമ്മൾ എന്താണ് അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണാൻ പാടില്ല എന്ന് പറയും. നമ്മുടെ ചൊല്ലാണ്. എൻ്റെ അർത്ഥം വേറൊന്നുമല്ല, നമുക്കൊരാൾ എന്തെങ്കിലും തന്നാൽ ഇവിടുത്തെ നമ്മുടെ ചിട്ട ഇതാണ്, ഒരിക്കലും ഒന്നിനും കുറ്റം പറയാൻ പാടില്ല. ശരി, അവരുണ്ടാക്കി തന്നു, അതെനിക്ക് അമൃത് പോലെ അതിനെ കഴിക്കാം. ഞാനാണ് ഉണ്ടാക്കാൻ നിന്നെങ്കിലോ എന്ത് കഷ്ടപ്പെട്ടിട്ട് വേണം ഉണ്ടാക്കാൻ, അല്ലേ? അപ്പം അങ്ങനെ എന്തും നമ്മൾ വളരെ സഹൃദയത്വത്തോടുകൂടി സ്വീകരിക്കുക, തരുന്ന ആളിനോട് നന്ദി പറയുക, എന്നിട്ട് ആ ഭാവനയോടുകൂടി കഴിക്കുക. ഇങ്ങനൊരു ശീലം നമ്മൾ കൊണ്ടുവന്നാൽ എല്ലാവരുടെ ജീവിതത്തിലും മാറ്റം വരും. ഒരു ഉയർന്ന സംസ്കാരമാണത്. ഇത് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമാണ്. അപ്പം നമ്മൾ ഫലമൂലാദികൾ മാത്രം കഴിച്ച് ജീവിക്കാനല്ല, നമുക്കെല്ലാം കഴിക്കാം. പച്ചക്കറികൾ കൊണ്ട് എത്ര വിഭവങ്ങൾ ഉണ്ടാക്കാം, അല്ലേ? എന്തുമാത്രം വിഭവങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ എന്ത് വിഭവം ഉണ്ടാക്കിയാലും അത് ആദ്യം ഈശ്വരന് സമർപ്പിക്കുക. എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ ആളിന് വേണ്ട ആദ്യം കൊടുക്കാൻ. ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നുമില്ല, എല്ലാവരും ഉണ്ടാക്കുന്ന ആളെന്നെ ആദ്യം എടുത്ത് കഴിക്കും. അങ്ങനെയല്ല, എൻ്റെ വീടിൻ്റെ കാരണവര് ലൗകികനാഥൻ ഈശ്വരൻ തന്നെയാണ്. ഈശ്വരന് സമർപ്പിക്കുക എന്നുള്ളത് എല്ലാവരും ഈശ്വരൻ്റെ ഒരു ഗ്ലാസ്സെങ്കിലും പാല് കാച്ചി വെച്ചിട്ടെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ, ഒരു പഴം കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതൊരു പോയിന്റ്. പിന്നെ കഴിക്കുന്ന ആൾക്കാർ, ഉണ്ടാക്കുന്ന ആൾക്കാർ എല്ലാം നല്ല സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനമായിട്ട് ഉണ്ടാക്കിയാൽ ആ ആഹാരത്തെ പോലൊരു ഇത്രയും പോഷക സമ്പുഷ്ടമായ ആഹാരം വേറെ, അതിൽ എല്ലാ വൈറ്റമിൻസും എല്ലാ മിനറൽസും കാണും.
കൃഷ്ണജി ഇപ്പം സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ ഈശ്വരൻ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ഈ ഗ്രഹത്തിലെ ഏറ്റവും വലിയ നാഥൻ ഈശ്വരന് സമർപ്പിച്ച് തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ബ്രഹ്മകുമാരീസിൻ്റെ ഈ ഒരു സിദ്ധാന്ത പ്രകാരം ഈശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറയാമോ? നമ്മളിങ്ങനെ പറഞ്ഞു, അതായത് ഈശ്വരന് സമർപ്പിച്ചിട്ട് വേണം ആഹാരം കഴിക്കാമെന്ന്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുമ്പം ഇവിടെ ആത്മാവ് ഒരു പ്രകാശമാണ്, അതുപോലെ ഈശ്വരനും ഒരു പ്രകാശമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിലെല്ലാം ഈ സർവ്വചരാചരങ്ങൾ നോക്കിയാൽ അതൊക്കെ ജഡവസ്തുക്കളാണ്, പക്ഷേ ആത്മാവ് ചൈതന്യമാണ്. അതുപോലെ പരമാത്മാവ് പരമചൈതന്യമാണ്, എക്സ്ട്രാ ശക്തിയുള്ള സർവ്വശക്തി, ഓൾമൈറ്റി അതോറിറ്റി എന്ന് പറയാം. ആള് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ഈ ഭൂമിയിൽ നടത്താം, ഈ പ്രപഞ്ചത്തിന് നടത്താം. പക്ഷേ ഈ പ്രപഞ്ചം നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ കർമ്മം, നമ്മുടെ കർമ്മഫലം അതിങ്ങനെ പോകുന്നു. പക്ഷേ ഈശ്വരൻ സർവശക്തനാണ്, ഈശ്വരൻ സർവശക്തിമാനാണ്, പ്രകാശമാണ്. ആ പ്രകാശം ഒരുപാട് ചൈതന്യവും ശക്തിയും നിറഞ്ഞതാണ്. തീർച്ചയായിട്ടും നമുക്ക് ബന്ധമുണ്ട്. എന്താണ് ആത്മാവിനും പരമാത്മാവിനും തമ്മിലുള്ള ബന്ധം? ആത്മാവിൻ്റെ അതായത് ഇപ്പം എൻ്റെ ശരീരത്തിന് ജന്മം തന്ന മാതാപിതാക്കൾ, അവർ നമുക്ക് ഏറ്റവും വലുതാണ്. അതുപോലെ നമ്മളുടെ ആത്മീയ പിതാവും ആത്മീയമായ അമ്മയും, സുപ്രീം ഫാദർ എന്ന് പറയും. അപ്പോൾ ആത്മീയമായ അച്ഛനും ആത്മീയമായ അമ്മയുമാണ് ബന്ധം. ത്വമേവ മാതാശ്ച പിതാ ത്വമേവ എന്ന് പറയുന്ന നാടല്ലേ ഇത്. അങ്ങ് തന്നെയാണ് എൻ്റെ അമ്മയും അങ്ങ് തന്നെയാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ആളായിരിക്കും അച്ഛൻ, അതുറപ്പാണ്. ആ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ അൺലിമിറ്റഡ് ആണ്, പരിധിയില്ലാത്ത അച്ഛനാണ്. അപ്പം അങ്ങനെയുള്ള അച്ഛൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ശിവ ബാബ എന്ന് വിളിക്കും ഈശ്വരനെ. ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം കല്യാണക്കാരി, മുഴുവൻ ലോകത്തിനും നന്മ ചെയ്യുന്നവൻ. ശിവം എന്ന് വെച്ചാൽ ഒരിക്കലും ജഡമാകാത്തവൻ, ശവമാകുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം ജനന മരണ രഹിതനാണെന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ആ ഈശ്വരനെ തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ ഒരു ഇതുണ്ട്, ഈ ഗോഡ് ഈസ് വൺ. ബാക്കി എല്ലാവരും ജീവാത്മാക്കളാണ്. അതിപ്പോൾ ദൈവാത്മാക്കളാകാം, ധർമാത്മാക്കളാകാം, മഹാത്മാക്കളാവാം, പുണ്യാത്മാക്കളാവാം, പാപാത്മാക്കളാവാം. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും പരമമായ പിതാവാണ്, അച്ഛനാണ് ഈശ്വരൻ. ഗോഡ് ഫാദർ എന്ന് പറയും ചിലർ, പരമപിതാവ് എന്ന് വിളിക്കും. പിന്നെ അങ്ങൻ്റെ അമ്മയോ അച്ഛനാണെന്നുള്ള എത്ര ഭജനയുണ്ട്. പക്ഷെ അത് ആർക്കും അറിഞ്ഞുകൂടാ ആരാണ് ഈ അച്ഛൻ. ബാക്കിയെല്ലാം മക്കളാണ്, ഒരൊറ്റ ഈശ്വരനാണ്, ബാക്കിയെല്ലാം ഭക്തന്മാരാണ്. അത് ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് ചെയ്താലും, തപസ് ചെയ്യുകയോ എന്ത് ചെയ്താലും നമ്മളെല്ലാം ഭക്തന്മാരാണ്. പക്ഷെ ഒരൊറ്റ ഈശ്വരനാണുള്ളത്. അപ്പം ആ ഗോഡ് ഈസ് വൺ, ഈശ്വരൻ എന്നുള്ള ആ ഉയർന്ന സങ്കല്പം. പിന്നെ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു പരമാത്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ പ്രസ്ഥാനമേ ആരംഭിക്കുന്നത്. ആ ഈശ്വരൻ ഈ ഫൗണ്ടർ ഫാദർ, അദ്ദേഹം പ്രജാപിത ബ്രഹ്മ, അദ്ദേഹത്തിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, നിർദ്ദേശങ്ങൾ തരുന്നു. അതിനനുസരിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രാജയോഗം എന്ന് പറയുമ്പം വേറെ ഒരൊറ്റ മനുഷ്യനെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആരും ഓർമ്മിക്കേണ്ട, ആത്മാവ് നേരെ പരന്താമത്തിലിരിക്കുന്ന പരമാത്മാവായിട്ട് കണക്ട് ചെയ്യാന്നാണ് പറയുന്നത്. ഒറ്റ കാരണവശാലും ഒരൊറ്റ വ്യക്തിയെ പോലും ഓർമ്മിക്കുന്ന കാര്യം. കാരണം ഇപ്പം നമ്മൾ ആരെടുത്ത് നോക്കിയാലും എല്ലാവരും തപസ് ചെയ്യുന്നവരാണ്, എല്ലാവരും ധ്യാനിക്കുന്നവരാണ്. അപ്പോൾ അവരാ പരമാത്മാവിനല്ലേ ധ്യാനിക്കുന്നത്. അങ്ങനെ അപ്പോൾ പരമാത്മാവിനെ അവർ ധ്യാനിച്ചിട്ട് കിട്ടിയെങ്കിൽ എനിക്ക് നേരിട്ട് പരമാത്മാവായിട്ട് കണക്ട് ചെയ്തുകൂടെ? ഇടയിലൊരാൾ വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതൊരാൾക്കും, ഈ ലോകത്തിലുള്ള ഏതൊരാൾക്കും ആ ഈശ്വരനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു തത്വം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ അവർ വിചാരിക്കുന്നത് നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ ഈശ്വരൻ എല്ലാവരുടെയും അച്ഛനാണ്. ഭക്തന്മാർ വിശ്വസിക്കുന്ന ഈശ്വരൻ വെളിപ്പുറത്താണെന്നാണ്. അപ്പം ഭക്തിയിലും അതിൻ്റെ ആ ഉയർന്ന അവസ്ഥയുണ്ട്. അതുപോലെ ഈ ജ്ഞാനം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എൻ്റെ കുടുംബത്തിലും ഞാൻ ഇരുന്നാലും എവിടെ ഇരുന്നാലും എൻ്റെ വെളിപ്പുറത്താണ് ഈശ്വരൻ. പക്ഷെ എനിക്ക് അത്രയും കണക്ഷൻ വേണം, എൻ്റെ അച്ഛനാണെന്നുള്ള ബോധ്യം വേണം. ഞാൻ ആ ഈശ്വരൻ്റെ കുട്ടിയായി മാറണം. അങ്ങനെ സമർപ്പണമായിട്ട് ഞാൻ ജീവിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ കാര്യങ്ങൾ വന്ന് നടത്തി തന്നോളും എന്നുള്ളതാണ്. അപ്പം അതാണ് ഈശ്വര സങ്കല്പം. ഈശ്വരൻ്റെ പേര് പരമപിത, പരമാത്മാവ്, ശിവൻ എന്നാണ്. അങ്ങനെ പരമാത്മാവ് എന്ന് ചേർത്തം പരമോന്നതനായ ആത്മാവ്, ഏറ്റവും ഉയർന്നതിലും ഉയർന്നവനായ സർവശ്രേഷ്ഠനായ ആത്മാവ് എന്നാണ് അർത്ഥം. ആത്മാവ് തന്നെയാണ്, പക്ഷേ പ്രകാശമാണ്.
പക്ഷെ ഉന്നതനാണ്. ഇത്രയും നേരം നമുക്ക് ലഭിച്ച ഈ ഒരു അസുലഭമായിട്ടുള്ള ഒരു സത്സംഗം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നമ്മൾ സാധകരെ സംബന്ധിച്ചിടത്തോളം. കാരണം എങ്ങനെയാണ് ഈശ്വരനിൽ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്, ആ ഉയർന്ന ഒരു ഭാവന എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മിനി സിസ്റ്റർ ഇത്രയും നേരം പങ്കുവച്ചത്. അത് പങ്കുവയ്ക്കണമെങ്കിൽ മിനി സിസ്റ്ററുടെ ഭാവനയും അത്രത്തോളം ഉയർന്നതായിരിക്കണം. കുട്ടിക്കാലത്ത് ഒരു 7 ദിവസത്തെ ക്ലാസ്സിൽ നിന്നാണ് ആ സിസ്റ്റർജിക്ക് ഈ ഒരു പ്രചോദനം ഉണ്ടായി എന്ന് പറഞ്ഞു. അതിന് ഈശ്വരൻ നിയോഗിച്ചതാണ് സിസ്റ്റർജിയെ. അതുകൊണ്ടാണ് ആ ഒരു മാറ്റം സിസ്റ്റർജിയിൽ സംഭവിച്ചത്. ഇത്രയും നേരം സിസ്റ്റർജി നമ്മളോട് പങ്കുവച്ചതെല്ലാം നമ്മൾ ഓരോ സാധകർക്കും വീണ്ടും വീണ്ടും ചിന്തിക്കാനും അതിനെ അപ്ലൈ ചെയ്യാനും നമ്മുടെ സാധനാ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും കുറേയേറെ പ്രയോജനം ഉണ്ടായി എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. അതിന് സിസ്റ്റർജിക്ക് കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സിസ്റ്റർജി പ്രണാമം. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കലാണല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യമേ. അപ്പം ഈ മീ ടു മീ എന്ന ചാനൽ ഇങ്ങോട്ട് വരികയും അങ്ങനെ ഇതെല്ലാം പറയാൻ എനിക്കും കൂടെ ഒരു അവസരം കിട്ടി. ഈ സന്ദേശം നിറയെ പേരിലേക്ക് എത്തട്ടെ. ഈ കേൾക്കുന്നവരെല്ലാവരും തന്നെ ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇനി ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നത്. അല്ലാതെ ഈ വ്യക്തിവസ്തു വൈഭവങ്ങളിലൂടെയല്ല. നമ്മളുടെ മനസ്സിനകത്തേക്കും പോകാം. ഈ ചാനലിൻ്റെ തന്നെ അർത്ഥം കണ്ടില്ലേ, ഞാൻ എന്നെ അറിയുക അല്ലെങ്കിൽ എന്നെ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പം അങ്ങനെ ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈശ്വര പരിചയം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചാനലിന് എല്ലാവിധ ആശംസകളും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഓം ശാന്തി. ശാന്തി.